ഹരി ഓം തത്സ്. ജയ ഗുരു. യം ശൈവാ സമുപാസതേ ശിവൈതി ബ്രഹ്മേതി വേദാന്തിനോ ബൗദ്ധാ ബുദ്ധ ഇതി പ്രമാണപടവഃ കർത്തേതി നൈയായികാഃ അർഹന്നിത്യഥ ജൈനശാസനരതാഃ കർമ്മേതി മീമാംസകാഃ സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. സോയം വോ വിദധാതു വാഞ്ചിതഫലം ത്രൈലോക്യനാഥോ ഹരിഃ. മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യക് അജ്ഞാനതിമിരാരുണഃ. ശബ്ദം ഹരിഃ. നമുക്ക് എല്ലാവർക്കും കൂടി ഒരു 3 തവണ ഓങ്കാരം ജപിക്കണ്ടേ? അതോ ജപിച്ച് നിങ്ങൾ മുഷിഞ്ഞു കഴിഞ്ഞോ? ഹരിഃ. കണ്ണടച്ച് വിഷമിക്കാത്ത തരത്തിൽ നിവർന്നിരുന്ന് വായും മനസ്സും തുറന്ന് എൻ്റെ കൂടെ ജപിക്കൂ. ലോകം മുഴുവനും വ്യാപിക്കട്ടെ ഈ ഓങ്കാര സംയുക്ത ജപ ധ്വനി പ്രസരണം. ഹരി ഓ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ മടിയന്മാരാ. എത്ര ആളുണ്ടോ അവരുടെ എല്ലാവരുടെയും ഒറ്റയ്ക്ക് കണ്ഠത്തിൽ നിന്ന് ആ ഓങ്കാരധ്വനി ഒന്ന് പുറപ്പെടട്ടെ. എന്തിനാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്? ഞാനും ജപിക്കണത് എന്തിനു വേണ്ടിയിട്ടാണ്? എല്ലാവരും കൂടി ജപിക്കൂ. ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മനസ്സൊന്ന് വികസിക്കട്ടെ. ഇതാ ഓ ഒന്നും കൂടിയും ഇതാ ഓ പതിനാറാമത് ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രത്തിൻ്റെ സമാപന തത്വപ്രവചനമാണ് ഇപ്പോൾ ഈ നടക്കാൻ പോകുന്നത്, ആരംഭിച്ചിട്ടുള്ളത്. പലതവണയും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. എല്ലാവരും ഗ്രഹിച്ചു കാണും. എന്നാലും അധികം ആവില്ലല്ലോ. നെയ്യേറിയിട്ട് അപ്പം കേടുവരില്ല എന്ന് പറയും. അതുപോലെ ഈ ശ്രീമദ് ഭാഗവതത്തിൽ 12 സ്കന്ധങ്ങളുള്ളതിൽ ഏറ്റവും പ്രധാനമായത് 11ാമത്തെ സ്കന്ധമാണ്, മുക്തിസ്കന്ധം. ഇപ്പോൾ പലയിടങ്ങളിലും ഈ മുക്തിസ്കന്ധം മാത്രമായി സപ്താഹം നടത്താറുണ്ടെന്നാണ് പറഞ്ഞു കേട്ടത്. ശ്രീകൃഷ്ണൻ സ്വയം ഉദ്ധവനോട് ഒരാളും അടുത്തില്ല. ദ്വാരകയിൽ വിശ്രമിക്കുന്ന സമയത്താണ് ഉദ്ധവൻ വന്ന് ആവശ്യപ്പെട്ടത്. അതനുസരിച്ച് ഉദ്ധവനോട് മാത്രമായി സംസാരിക്കുകയാണ് ഈ ഉദ്ധവഗീത. 24 അധ്യായമുള്ളത്. പടക്കളത്ത് വെച്ച് സംസാരിച്ചപ്പോൾ കൂടെ 4 കുതിരകളുണ്ട്. അവർ കേട്ടുകൊണ്ടിരുന്നു, സംസാരിക്കാൻ അറിയില്ലെങ്കിലും. മാത്രമല്ല സഞ്ജയനുമുണ്ട് അവിടെ. പടക്കളത്തിൽ നടക്കുന്ന വിഷയങ്ങളെല്ലാം നേരിട്ട് കണ്ടറിഞ്ഞ് മനസ്സിലാക്കി ധൃതരാഷ്ട്രന് പറഞ്ഞു കൊടുക്കണം. അതാണ് ആവശ്യം. അങ്ങനെ ധൃതരാഷ്ട്രൻ ചോദിച്ചതിന് ഉത്തരമായി പറഞ്ഞു കൊടുക്കുന്നതാണ് ഈ ഭഗവത്ഗീത നാം കാണുന്നത് മഹാഭാരതം എന്ന് പറയുന്ന ഇതിഹാസത്തിൽ. അവിടെ കുതിരകളും സഞ്ജയനും ഉണ്ടായിരുന്നു കൂടെ.
ഇവിടെ ആരുമില്ല. ദ്വാരകയിൽ ശ്രീകൃഷ്ണനുണ്ട്, മുൻപിലെ ഉദ്ധവനുമുണ്ട്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കാം ആ സംവാദത്തിൻ്റെ ഏകാഗ്രതയും കേന്ദ്രീകരണവും എത്രയുണ്ടെന്ന്. അതാണ് ഈ 11ാമത്തെ സ്കന്ധത്തിൽ പ്രതിപാദിക്കുന്നത്. കൃഷ്ണൻ പറഞ്ഞു കൊടുത്തത് മുഴുവനും മോക്ഷകാര്യങ്ങളാണ്. മോക്ഷം എന്ന് പറയുമ്പോൾ നിങ്ങൾ പലരും ധരിക്കും, ഇപ്പോഴും കൂടി ചിലരൊക്കെ വന്ന് നമസ്കരിക്കുമ്പോൾ പറയാറുണ്ട്. ഇന്നാളും കൂടി ഒരാൾ പറഞ്ഞു, സ്വാമിജി ഇനി എനിക്ക് ജന്മം വേണ്ടേ, ഇത് മതി, ഇനി ഒന്നും ഉണ്ടാവരുത് എന്ന്. മോക്ഷം എന്ന് പറയുന്നത് അതല്ല. മോക്ഷം എന്ന് പറയുന്നത് ഈ ജന്മത്തിൽ തന്നെ നമുക്ക് അനുഭവിക്കുന്നതാണ്. എന്തിൽ നിന്ന് മോക്ഷം? മനസ്സിൻ്റെയും ബുദ്ധിയുടെയും വികലതകളിൽ നിന്നുള്ള മോക്ഷം. എന്തെല്ലാം വിഷമങ്ങളും പ്രതിസന്ധികളും ഭ്രമങ്ങളുമാണോ മനസ്സിനുള്ളത്, അതിൽ നിന്ന് മോക്ഷം. ബുദ്ധി ആലോചനാരൂപത്തിലും സംശയരൂപത്തിലും തർക്കവിതർക്ക രൂപങ്ങളിലുമെല്ലാം എന്തെല്ലാം പുറപ്പെടുവിക്കുമോ അതിൽ നിന്ന് മോക്ഷം. അപ്പം മനസ്സിൻ്റെയും ബുദ്ധിയുടെയും വിഷമങ്ങളിൽ നിന്നുള്ള മോക്ഷമാണ് മോക്ഷം. ബന്ധനം എങ്ങനെ നിങ്ങളിപ്പോൾ അനുഭവിക്കുന്നുവോ അതേപോലെ തന്നെയാണ് മോക്ഷവും അനുഭവസിദ്ധമാകുക. ഒരേ മനസ്സിന്, ഒരേ വ്യക്തിക്ക്, ഒരേ ബുദ്ധിക്ക്, ഒരേ ജീവിതദശയിൽ, ഒരേ ഭൂതലത്തിൽ ശരീരം വീഴുന്നതിന് മുൻപ് നാം അനുഭവിക്കുന്നതാണ് മോക്ഷം. മോക്ഷം മോക്ഷം നിങ്ങളെല്ലാവരും ഇതൊന്ന് മനസ്സിലാക്കുമോ? പറയാൻ തന്നെ ഇത്ര വിഷമം. ആ മുക്തിസ്കന്ധത്തിൽ ശ്രീകൃഷ്ണൻ സംസാരിച്ചതിന് പുറമെ അതിനു മുൻപ് വേദവ്യാസൻ എഴുതി ചേർത്തിട്ടുള്ളതാണ് നവയോഗികളും നിമിചക്രവർത്തിയുമായിട്ടുള്ള സംവാദം എന്ന് ഞാൻ പറയുണ്ടായി. അതിൽ പ്രധാനമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താ എന്ന് വെച്ചാൽ, നിമിചക്രവർത്തി വലിയ ഒരു യാഗം നടത്തുക. ഈ യാഗം എന്ന് പറഞ്ഞാൽ വൈദിക ജീവിതത്തിലും വൈദികാനുഷ്ഠാനങ്ങളിലും അവസാനത്തെ വാക്കാണ് യാഗം. ഏറ്റവും മികച്ച ഒരനുഷ്ഠാനമാണ് ഈ യാഗം എന്ന് പറയുന്നത്. ആ യാഗത്തിന് പ്രത്യേക വ്രതമൊക്കെ അനുഷ്ഠിക്കണം. അത് തുടങ്ങി വെച്ചാൽ പിന്നെ നിർത്തണ ചോദ്യമേ ഇല്ല, എന്തു തന്നെ വന്നാലും. അത്ര വിശേഷപ്പെട്ടതാണ് ഈ യാഗം എന്ന് പറയുന്നത്. വളരെയധികം തയ്യാറെടുപ്പ് വേണം. അശ്വമേധയാഗം നടത്തണമെങ്കിൽ ഒന്നിച്ചില്ലാനം കൊല്ലം ചക്രവർത്തിമാരും മഹാരാജാക്കന്മാരും പരിശ്രമിച്ചാലേ ഒരു അശ്വമേധയാഗം നടത്താൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള യാഗം നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നവയോഗികൾ അപ്രതീക്ഷിതമായി വന്നു കയറിയത്. ചക്രവർത്തിക്ക് കാര്യം മനസ്സിലായി മഹാരാജാവിന്. ഉടനെ എന്തു ചെയ്തു? യാഗം അവിടെ നിർത്തിവെച്ച് അവരെ സ്വാഗതം ചെയ്തിരുത്തി സത്കരിച്ചതിന് ശേഷം ആണ് ചോദിച്ചത്, ഭാഗവത ധർമ്മങ്ങൾ എന്തോ അതെനിക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരൂ. അവിടെ ചെയ്തുകൊണ്ടിരുന്നത് യാഗാനുഷ്ഠാനമാണ്, പക്ഷേ ചോദിച്ചത് ഭാഗവത ധർമ്മങ്ങളാണ്. ഈ വൈരുദ്ധ്യം അല്ലെങ്കിൽ ഈ വ്യത്യസ്തത നിങ്ങൾ നല്ലപോലെ മനസ്സിലാക്കണം. യാഗാവസരത്തിൽ ഭാഗവത ധർമ്മം ചോദിച്ച് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. യാഗമാണ് സർവസ്വം, എല്ലാറ്റിലും മികച്ചതെങ്കിൽ ആ യാഗത്തിനെ പറ്റി ചോദിച്ചാൽ മതിയായിരുന്നില്ലേ? യാഗവും അനുഷ്ഠാനവും കർമ്മവും ഇതൊന്നും ഒരു പ്രശ്നമല്ല. ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗാത് ധനഞ്ജയ ബുദ്ധൗ ശരണമന്വിച്ഛ കൃപണാഹ ഫലഹേതവഃ. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞതാ. ദൂരേണ ഹ്യവരം കർമ്മ ബുദ്ധിയോഗാത് ധനഞ്ജയ. അല്ലേ ധനഞ്ജയ, ഞാൻ ഈ പറഞ്ഞു തരുന്ന ബുദ്ധിയോഗമുണ്ടല്ലോ, ജ്ഞാനരൂപത്തിൽ, അറിവ് രൂപത്തിൽ, ഉണർവ് രൂപത്തിൽ, വീക്ഷണ രൂപത്തിൽ, ദൃഷ്ടി രൂപത്തിൽ, ദർശന രൂപത്തിൽ മനസ്സിനും ബുദ്ധിക്കും നേടേണ്ടതായ ഒരു നേട്ടമാണ് ഈ അറിവ്. ആ അറിവ് രൂപത്തിൽ ഞാൻ വിജ്ഞാപകം, ആ വിജ്ഞാന രൂപത്തിൽ പറഞ്ഞു തരുന്നുണ്ടല്ലോ, ആ ബുദ്ധിയോഗത്തെക്കാളൊക്കെ വളരെ ദൂരെ കിടക്കണു എന്ത് കർമ്മനിഷ്ഠയും. ആ കർമ്മനിഷ്ഠയിൽ വൈദിക നിഷ്ഠയായാലും യാഗമായാലും യജ്ഞമായാലും എല്ലാം വളരെ ദൂരെയാണ്. ഈ ബുദ്ധിയോഗത്തിൽ അർജുന ശരണം പ്രാപിക്കൂ. പിശുക്കന്മാരും അറിവില്ലാത്തവരും ഭ്രമിതചിത്തരുമാണ് ഈ ബാക്കിയുള്ള കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക എന്ന് പറയുണ്ടായി. അത്ര വിശേഷമാണ് ഈ ഭാഗവതധർമ്മം. ഭാഗവതധർമ്മം എന്താണെന്ന് പറഞ്ഞു തരൂ എന്നാണ് പറയണേ. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഭാഗവതധർമ്മങ്ങൾ അങ്ങനെ അനുഷ്ഠിക്കുകയല്ല, അത് എന്താണെന്ന് മനസ്സിലാക്കുക. മനസ്സിലാകുന്നതോടുകൂടി നമുക്ക് മോക്ഷം കൈവരും. പരീക്ഷത്തിന് എങ്ങനെയാണോ ശുഗമഹർഷി പറഞ്ഞത് കേട്ട് കേട്ട് കാര്യം നടക്കും.
ഒരനുഷ്ഠാനവും പരീക്ഷത്തിന് ചെയ്യാൻ പറ്റിയില്ല, സമയവും ഉണ്ടായിരുന്നില്ല. പട്ടിണി കിടക്കുകയാണ്, ഭക്ഷണം കഴിക്കില്ല, വെള്ളം കുടിക്കില്ല, മലമൂത്ര വിസർജനങ്ങളില്ല. ആ പരീക്ഷത്തെ എവിടെ പോകുന്ന പറയണേ? അദ്ദേഹത്തിനോട് എന്തെങ്കിലും യോഗാഭ്യാസം നടത്താൻ പറഞ്ഞാൽ അതിന് സാധിക്കുമോ? ശരീരത്തിന് ശക്തി ഉണ്ടാവുമോ? ഉണ്ടാവില്ല. പറഞ്ഞത് കേൾക്കാൻ മാത്രമേ സാധിക്കുള്ളൂ, വേറെ ഒന്നും സാധിക്കില്ല. അപ്പം ഇങ്ങനെ പലതിനെയും കുറിച്ച് ശ്രീമദ് ഭാഗവതം പറയണത് കേൾക്കുമ്പോഴാണ് നമുക്ക് പരിണാമവും പരിണതഫലങ്ങളും ഉണ്ടാവുന്നത്. ശാസ്ത്രങ്ങൾ ഇങ്ങനെ കേൾക്കുക, ഈ ഭാഗവതം എന്ത് പറയണോ അത് കേട്ട് ഗ്രഹിക്കുക, മനസ്സിലാക്കുക, ഉൾക്കൊള്ളുക, അതായിത്തീരുക, അത് സ്മരിക്കുക, അതിനെ മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും അനുധാവനം ചെയ്യുക, അവസാനം സത്യം പരം ധീമഹി, ഇതാണ് നമുക്ക് ആവശ്യം. ആ ഭാഗവത ധർമ്മങ്ങളെപ്പറ്റി പറയുമ്പോഴാണ് ഓരോരുത്തർ ഓരോന്ന് പറയണത്. അതിൽ കവി പറയാണ് ആദ്യം, മന്യേ അകുതശ്ചിത് ഭയമച്യുതസ്യ പാദാംബുജോപാസനമത്ര നിത്യം ഉദ്വിഗ്നബുദ്ധേ അസദാത്മഭാവാത് വിശ്വാത്മന എത്ര നിവർത്തതേഭീ. ഈ ഭാഗവതം ഒരു ശാസ്ത്രമാണ് കൂട്ടരെ. അത് വായിച്ച് അതിലുള്ള പ്രസ്താവനകളും പ്രതിപാദനങ്ങളും സംവാദങ്ങളും ആവിഷ്കരണങ്ങളും എല്ലാം തന്നെ വായിച്ച് നുണഞ്ഞ് ആലോചിച്ച് ഗ്രഹിച്ച് ഉൾക്കൊണ്ട് അതായിത്തീരുക, ഇതാണ് ആവശ്യം. ഇതിൽ ബാഹ്യമായ ഒരു പ്രകടനവുമില്ല. ഇത് കേൾക്കുന്നതും ഗ്രഹിക്കുന്നതും നമ്മുടെ മസ്തിഷ്കവും ഹൃദയവുമാണ്. അത് ഗ്രഹിക്കുന്നത് വഴി നമുക്ക് മാറ്റം വരിക. എപ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ, ഒരു 100 ലിറ്റർ വെള്ളത്തിൽ കുറേശ്ശെ ആയിട്ട് പാലിൻ്റെ തുള്ളി ഇങ്ങനെ വീഴുമ്പോൾ ആദ്യത്തെ തുള്ളി വീണാൽ തന്നെ അതിൻ്റെ നിറം മാറും. കുറേ വീണ് കഴിഞ്ഞാൽ വെള്ളം പാലായി തീരും. അതുപോലെ ഈ ശ്രീമദ് ഭാഗവതം പ്രതിപാദിക്കുന്ന കാര്യങ്ങളും സംഗതികളും എല്ലാം തന്നെ കേട്ട് ഗ്രഹിക്കുമ്പോൾ ആ ഗ്രഹിക്കുന്ന മനസ്സ് അതിൻ്റെ സ്വഭാവമെല്ലാം മാറും. എന്താ ഈ സ്വഭാവം മാറൽ? തമോ ഗുണത്തിൻ്റെയും രജോ ഗുണത്തിൻ്റെയും സ്വാധീനം കുറേശ്ശെയായി പോയി സത്വഗുണത്തിൻ്റെ സ്വാധീനം കൂടി വരും. ഒരു കുടത്തിൽ നിറച്ച് കാറ്റാണ്. ആ കാറ്റ് കളയാൻ നിങ്ങൾ വീശിയത് കൊണ്ടോ കുലുക്കിയത് കൊണ്ടോ പോവില്ല. അതിൽ വെള്ളം അങ്ങോട്ട് ഒഴിക്കൂ. എത്ര വെള്ളം ഒഴിച്ചോ അത്ര കാറ്റങ്ങോട്ട് പോയി. കുറേ കഴിഞ്ഞാൽ ആ കുടം നിറഞ്ഞു കഴിഞ്ഞാലോ വഴിഞ്ഞു ഒഴുകും. അതേമാതിരി നമ്മുടെ മനസ്സിലും ഈ ആശയങ്ങൾ നിറഞ്ഞ് ആ നിറഞ്ഞതിന് ശേഷം വഴിഞ്ഞു ഒഴുകുന്നതാണ് വാസ്തവത്തിൽ ഈ തത്വപ്രവചനം. എന്താ ഈ തത്വപ്രവചനം വേണ്ടതുപോലെ നടത്താൻ നമുക്ക് സാധിക്കാതെ വരുന്നത് എന്ന് പറഞ്ഞാൽ, ഉള്ളു നിറഞ്ഞിട്ട് വേണം ഒഴുകാൻ. ഉള്ളങ്ങോട്ട് നിറയട്ടെ. എന്താ ഈ നിറയാനുള്ളത്? നാം കേൾക്കുന്ന കാര്യങ്ങൾ ശാസ്ത്രങ്ങളിൽ പ്രതിപാദിച്ചിട്ടുള്ളത്, നമ്മുടെ തന്നെ ഉൾവൈഭവം, സാന്നിധ്യത്തിൻ്റെ മഹത്വം. ശരീരം എങ്ങനെ പരിമിതമോ അതേമാതിരി ആ പരിമിതമാണ് ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ആത്മസാന്നിധ്യം എന്ന അനുഭവത്തിൽ നമുക്ക് ഏശിത്തുടങ്ങണം. ഇതാണ് നമുക്ക് ആവശ്യം. ആ അനുഭവം അങ്ങോട്ട് വരുമ്പോൾ പിന്നെ പറയാനൊന്നും ഒരു വിഷമവും ഉണ്ടാവില്ല. ഒരു ദിക്കിലേക്കും നോക്കണ്ട, കടം മേടിക്കും വേണ്ട. അങ്ങനെ പറച്ചിലങ്ങനെ വന്നു തുടങ്ങും. ശുഗമഹർഷി 16-ാമത്തെ വയസ്സിലാണ് പരീക്ഷത്തിൻ്റെ മുൻപിലിരുന്ന് ശ്രീമദ് ഭാഗവതം അച്ഛൻ പറഞ്ഞു കേട്ടത് പറയാൻ തുടങ്ങിയത്. എത്ര ഭംഗിയായിട്ട് ആ കുട്ടി പറഞ്ഞു, ആലോചിച്ച് നോക്കൂ. മന്യേ അകുതശ്ചിത് ഭയമച്യുതസ്യ പാദാംബുജോപാസനമത്ര നിത്യം ഉദ്വിഗ്നബുദ്ധേരസദാത്മഭാവാത് വിശ്വാത്മന എത്ര നിവർത്തതേഭീ. കേൾക്കൂ. മന്യേ, ഞാൻ മനസ്സിലാക്കുന്നു, പരിഗണിക്കുന്നു. ഇതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അകുതശ്ചിത് ഭയമച്യുതസ്യ പാദാംബുജോപാസനം. അച്യുതസ്യ, ച്യുതിയില്ലാത്തവൻ. Whatever or whoever is infallible, unfailing, undecaying, unshakable, ഒരു വിധത്തിലുള്ള കുലുക്കമോ തളർച്ചയോ വീഴ്ചയോ താഴ്ചയോ പതനമോ ഒന്നുമില്ലാത്ത, എല്ലാ സമയത്തും അജയ്യമായി പരിലസിക്കുന്നതേതോ അതാണ് അച്യുതം. ആ ആളെയാണ് അച്യുതൻ എന്ന് പറയുന്നത്. ആ അച്യുതൻ്റെ അകുതശ്ചിത് ഭയം പാദാംബുജോപാസനമത്ര നിത്യം. ആ അച്യുതൻ്റെ പാദാംബുജോപാസനം, പാദകമലങ്ങളെ ഉപാസിക്കുക, അതാണ് അകുതശ്ചിത് ഭയം. ഒരു സ്ഥലത്ത് നിന്നും ഭയമില്ലാതെ നിർഭയമായി കഴിഞ്ഞുകൂടാനുള്ള വഴി
അച്യുതൻ്റെ പാദപത്മങ്ങളെ ഉപാസിക്കുക, അതാണ് നമുക്ക് ആവശ്യം. നിത്യം എന്ന് പറഞ്ഞാൽ നിരന്തരം എന്നർത്ഥം. കാലത്ത് അരമണിക്കൂറോ 10 മിനിറ്റോ ആ മാതിരിയുള്ള പൂജയല്ല, സത്കാരങ്ങളല്ല. നിരന്തരം നമ്മുടെ മനസ്സിലും ബുദ്ധിയിലും സ്ഥാനം പിടിക്കണം. ആര്? അച്യുതൻ. അച്യുതൻ. ചെറുപ്പകാലത്ത് ഞാൻ നിങ്ങളോട് മുമ്പും പറഞ്ഞിട്ടുണ്ടോ, ഒന്നും കൂടി പറയാം, നല്ലതാണല്ലോ, എന്താ വിരോധം? ഞങ്ങളൊക്കെ ചെറുപ്പകാലം മുതൽ തന്നെ നാമം ജപിക്കാൻ പഠിപ്പിച്ചിട്ടുള്ളവരും നാമം ജപിച്ച് പഠിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ ചെറുപ്പകാലം മുതൽക്ക് 3 നാമം ജപിക്കും. അമ്മ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നമഃശിവായ, അതൊരു പഞ്ചാക്ഷര മന്ത്രമാണ്. രണ്ടാമത്തതോ അച്യുതാനന്ദ ഗോവിന്ദ, അച്യുതാനന്ദ ഗോവിന്ദ. അച്യുത അനന്ത ഗോവിന്ദ 3 നാമങ്ങൾ വിശേഷണങ്ങൾ കൂട്ടിച്ചേർത്തതാ. മൂന്നാമത്തത് ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഈ അച്യുത ശബ്ദത്തിന് വലിയ അർത്ഥമാണ്. ഭഗവാൻ മാത്രമേ അച്യുതനായിട്ടുള്ളൂ, ബാക്കിയൊക്കെ ച്യുതിയുള്ളതാണ്. ഇപ്പം നമ്മുടെ രാജ്യത്തിനുള്ള തടസ്സം എന്താ, അല്ലെങ്കിൽ വിഷമം എന്താ? വൈഡ് സ്പ്രെഡ് കറപ്ഷൻ. ച്യുതി, മൂല്യച്യുതി. എവിടെ നോക്കിയാലും സാധാരണ നിലയ്ക്ക് കിട്ടുന്ന വരുമാനം കൊണ്ട് ആർക്കും തൃപ്തിയില്ല. വളഞ്ഞതും പിരിഞ്ഞതുമായ വരുമാനമൊക്കെ വേണം. അപ്പം മൂല്യച്യുതി ധാരാളമുള്ള സമയമാണിപ്പോൾ. ആ മൂല്യച്യുതി, അതിനൊക്കെ പരിഹാരം അച്യുതോപാസനയാണ് എന്ന്. ഉദ്വിഗ്നബുദ്ധേരസദാത്മഭാവാത്. നമ്മുടെ മനസ്സിന് എന്താണ് വിഷമം? ഉദ്വിഗ്നബുദ്ധേഹ. മനസ്സിന് പല വിധത്തിലുള്ള ഉദ്വേഗങ്ങളുണ്ട്. എന്താ അതിന് കാരണം? അസദാത്മഭാവാത്. ഒന്ന് പറയൂ കേൾക്കട്ടെ. ഞാൻ പറയൂ എന്ന് പറയുമ്പോൾ എല്ലാവരും പറയണം കേട്ടോ. അസദാത്മഭാവാത്. ഒന്ന് കേൾപ്പിക്കൂ. അപ്പം എനിക്ക് ചെവി കേൾക്കില്ല, ഉറക്കം പറഞ്ഞാലേ കേൾക്കുള്ളൂ. അസദാത്മഭാവാത്. അസത്തായിരിക്കുന്ന സാധനങ്ങളെയാണ് നമ്മൾ പിടിച്ചു പൊത്തിയിരിക്കുന്നത്. നമ്മുടെ ദേഹം അസത്താണ്, നമ്മുടെ വീട് അസത്താണ്. നിങ്ങൾ ചീത്ത പറയാൻ ഉപയോഗിക്കുന്ന അസത്തല്ല കേട്ടോ, അവൾ അസത്താണ്, അതല്ല. സത്ത എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും ഒരുപോലെ നിലനിൽക്കുന്നത്. അസത്ത എന്ന് പറഞ്ഞാൽ പരിണമിക്കുന്നത്, പരിവർത്തനമുള്ളത്. അപ്പം എന്തെങ്കിലും തരത്തിലുള്ള മാറ്റമില്ലാതെ ഒരേപോലെ ഭൂതകാലത്തിലും വർത്തമാനത്തിലും ഭാവിയിലും നിലനിൽക്കണം, അതാണ് സത്ത്. ഈ ലോകത്തിലൊന്നും അങ്ങനെയില്ല. ഭൂമി അടക്കം പഞ്ചഭൂതങ്ങളടക്കം എല്ലാം അസത് ലക്ഷണത്തോടു കൂടിയതാണ്. അങ്ങനെ അസദാത്മഭാവാത്. ഈ അസത്തായിട്ടുള്ള കാര്യങ്ങൾ, ശരീരവും അത് തന്നെ. അതിൽ ഞാൻ എന്നുള്ള ബുദ്ധിയുണ്ട്, അത് എൻ്റെ എന്നുള്ളൊരു തോന്നലുണ്ട്. അതുകൊണ്ട് മനസ്സിന് വളരെയധികം ഉദ്വേഗം സംഭവിച്ചിരിക്കുകയാണ്. അത് മാറണം, ഭയമില്ലാതെ ആവണം എന്നുണ്ടെങ്കിലോ വിശ്വാത്മനാ യത്ര നിവർത്തതേഭീ. വിശ്വാത്മന, അസദാത്മത്വം എന്നുള്ള നിലയ്ക്ക് വിശ്വാത്മത്വം നമ്മുടെ മനസ്സിൽ ഉദിച്ച് വളർന്ന് വികസിച്ച് പ്രബലമായി തീരണം. വിശ്വം മുഴുവൻ വ്യാപിച്ചിരിക്കുന്നതാണ് എൻ്റെ ഉൾസാന്നിധ്യം. എൻ്റെ ശരീരം പഞ്ചഭൂതങ്ങൾ കൊണ്ടുണ്ടാക്കിയതാണ്. അതിൽ കാറ്റുണ്ട്, വെള്ളമുണ്ട്, ആകാശവുമുണ്ട്. ഈ കാറ്റ് നല്ല പോലെ വ്യാപിച്ചിരിക്കുന്നത്, ആകാശം മുഴുവനും വ്യാപിച്ചിരിക്കുന്നതാണ്. അങ്ങനെ വായുവും ആകാശവും ഉള്ളടങ്ങുന്ന ശരീരമുണ്ടല്ലോ, ആ ശരീരത്തിൽ എല്ലാ ദിക്കിലും നിറഞ്ഞിരിക്കുന്ന ആത്മാ അതേ കാരണത്താൽ പഞ്ചഭൂതങ്ങളിലെല്ലാം നിറഞ്ഞിരിക്കുന്നു എന്ന് വിചാരിച്ച് ആ വിശ്വാത്മഭാവം വരണം. അപ്പോഴേ നമ്മുടെ മനസ്സിൽ നിന്ന് ഭയം പോവുള്ളൂ. ഞാനൊന്ന്, വേറെ ഒന്ന്, 2, 3, 4 എന്നിങ്ങനെ വിചാരമുള്ളിടത്തോളം കാലം ഒന്നിന് വേറെ ഒന്നിൽ നിന്ന് ഭയമുണ്ടാവും. 2 ഉള്ളപ്പോഴാണ് ഭയം, 2 ഉള്ളപ്പോഴാണ് ആശ, മത്സരം, അസൂയ, കാമം, ക്രോധമൊക്കെ. 1 എന്ന് പറഞ്ഞാൽ പിന്നെ കാമിക്കാൻ എന്തുണ്ട്, ക്രോധിക്കാൻ എന്തുണ്ട്, മത്സരിക്കാൻ എന്തുണ്ട്? അപ്പോൾ വിശ്വാത്മഭാവം നമ്മുടെ മനസ്സിൽ വരണം. അസദാത്മബുദ്ധി പോയി. അങ്ങനെ വന്ന് അതിനെന്താണ് വഴി? അച്യുതൻ്റെ പാദകമല സേവയാണ് വേണ്ടത്. ഉപാസിക്കുന്നത് എങ്ങനെയാണ്? എപ്പോഴും ഈ പാദകമലം കൊണ്ടൊരു ബിംബമായിട്ട് കൊണ്ടു നടന്ന് പൂജ ചെയ്യാനൊന്നും നമുക്ക് പറ്റില്ല. ആ പാദകമലത്തെ മനസ്സിൽ എപ്പോഴും സ്മരിക്കുക, ഓർമ്മ വയ്ക്കുക. ചെറുപ്പകാലം മുതൽക്ക് അച്യുതാനന്ദ ഗോവിന്ദ എന്ന് പറയാൻ പഠിപ്പിച്ചു എന്ന് പറയണില്ലേ? അതേമാതിരി നിങ്ങൾ കുട്ടികളെയൊക്കെ പറഞ്ഞ് പഠിപ്പിച്ച് ആ അച്യുതസ്മരണ, ആനന്ദസ്മരണ, അനന്തസ്മരണ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ.
മന്യേ അകുതശ്ചിത് ഭയമച്യുതസ്യ പാദാംബുജോപാസനമത്ര നിത്യം ഉദ്വിഗ്നബുദ്ധേരസദാത്മഭാവാത് വിശ്വാത്മനാ എത്ര നിവർത്തതേഭീ. ദേഹമാണ് ഞാൻ എന്നുള്ള പരിമിത ബോധം, ആ ദേഹാത്മത്വം പോയി വിശ്വാത്മഭാവം നമ്മുടെ മനസ്സിൽ വന്നു എന്നിരിക്കട്ടെ. ഭയം തന്നെത്താനെ മടങ്ങിപ്പോക്കോളും. പമ്പ കിടക്കും. അഡ്രസ്സ് അറിയില്ല ഭയത്തിൻ്റെ. വളരെ വിശേഷപ്പെട്ട ഒരു കോൺസെപ്റ്റ്, ഒരു പ്രസ്താവനയാണ്, ഒരു പ്രത്യയമാണ് ഇവിടെ പറയുന്നത്. സാധാരണ നിലയ്ക്ക് അതിന് എന്തു വേണം? ഈ നിരന്തര പൂജ, നിത്യമായ ഉപാസന എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഈ നിത്യോപാസന? എപ്പോൾ നോക്കിയാലും ബിംബം കൊണ്ട് നടക്കാൻ പറ്റുമോ? പൂ കയ്യിൽ വയ്ക്കാൻ പറ്റുമോ? നമുക്ക് ജോലി ചെയ്യണ്ടേ? കാലത്ത് എണീറ്റാൽ വൈകുന്നേരം കിടന്ന് ഉറങ്ങുന്നത് വരെ ഒന്നിലോ ഗൃഹവൃത്തി, അല്ലെങ്കിൽ ഔദ്യോഗിക വൃത്തി, ഇല്ലെങ്കിൽ സമൂഹ സംബന്ധമായിട്ടുള്ള സാമൂഹ്യ വൃത്തി, അവനവൻ്റെ ദേഹത്തിന് കുളിക്കുക, ഊണ് കഴിക്കുക, ഭക്ഷണം കഴിക്കുക, മലമൂത്ര വിസർജനം, ഇങ്ങനെ പല പ്രവൃത്തികളും നമുക്ക് ചെയ്യാനുണ്ട്. കാലത്തെണീറ്റ് വൈകുന്നേരം ഉറങ്ങുന്നത് വരെ ഈശ്വരനെ ഉപാസിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരൻ്റെ മുൻപിൽ പൂജയും പുഷ്പങ്ങളും മന്ത്രങ്ങളും തന്ത്രങ്ങളുമായി കൂടുക എന്നാണോ അർത്ഥം? അപ്പോൾ നമുക്ക് ജനിച്ച കുട്ടികളെ ആര് നോക്കും? നമ്മുടെ കുടുംബം ആര് പരിപാലിക്കും? നമുക്ക് വേണ്ട വരുമാനം എവിടുന്ന് കിട്ടും? ശ്രീമദ് ഭാഗവതം അങ്ങനെയൊന്നും പറയണില്ല. ശ്രീമദ് ഭാഗവതം അതിന് പറ്റിയ ഒരു ഔഷധം, ഒരു മരുന്ന്, ഒരു പ്രായോഗിക മാർഗം പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മുടെ ഭാരതത്തിൽ എല്ലാ സ്ഥലത്തും മനുഷ്യർ പല പ്രകാരത്തിലും ഉച്ചരിക്കുന്ന ഒരു പ്രസ്താവനയാണത്. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേസ്വ അനുസൃതസ്വഭാവാത് കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേത്തത്. ഇതാണ് അതിനുള്ള വഴി. നിങ്ങൾ വിചാരിക്കണമായൊരു മാലയെടുത്ത് ഗുണുഗുണോ എന്ന് പറയലല്ല. അല്ല, നിരന്തരമായിരിക്കുന്ന ശ്രീഹരി മഹാവിഷ്ണു ഉപാസന വേണം എന്നുണ്ടെങ്കിൽ അതിന് നാം ചെയ്യുന്ന പ്രവൃത്തികളെ മുഴുവനും ഭഗവാനുള്ള ഒരു പൂജയാക്കി തീർക്കണം. എന്തെല്ലാം പ്രവൃത്തികൾ, എന്തെല്ലാം അവയവങ്ങൾ കൊണ്ട് നാം ചെയ്യുന്നുണ്ടോ, ബാഹ്യമായാലും സ്ഥൂലമായാലും സൂക്ഷ്മമായാലും ആന്തരമായാലും എല്ലാം തന്നെ ഭഗവാനുള്ള നിവേദ്യമാണ് എന്ന് പറഞ്ഞ് സമർപ്പിക്കുക. ആ സമർപ്പണത്തിലാണ് നിരന്തരത്വം. നിങ്ങൾ എന്ത് ചെയ്യുന്നു എന്നുള്ള ചോദ്യം അവിടെ ഇല്ല, സമർപ്പിക്കുന്നുവോ എന്നുള്ള ചോദ്യമേ ഉള്ളൂ. ഞാൻ കൈകൊണ്ട് എന്ത് ചെയ്താലും അത് ഈശ്വര സമർപ്പണമാണ്, ഈശ്വരനുള്ളതാണ്. കാലുകൊണ്ട് നടന്നാൽ അതും, വായ കൊണ്ട് സംസാരിച്ചാൽ അതും, ബുദ്ധി കൊണ്ട് ആലോചിച്ചാൽ അതും, ജന്മവാസന കൊണ്ടാണ് ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്, അല്ല വല്ല വികടങ്ങളും ചെയ്യുകയാണെങ്കിലോ അതും, എല്ലാം തന്നെ ഈശ്വരനുള്ള സമർപ്പണമാണ് എന്നുള്ളൊരു ബോധ്യം, ഒരു ഓർമ്മ. ആ ഓർമ്മ പോകാതെ സൂക്ഷിക്കുക. എപ്പോഴെങ്കിലും പോയി എന്നുണ്ടെങ്കിൽ സ്വയം പരിശോധിച്ച് നോക്കുക. അതിനെന്തെങ്കിലും ശിക്ഷ വേണമെങ്കിൽ നൽകുക. എന്താ ശിക്ഷ? കുറേ കാലം മുമ്പ് ഞാനൊരാളെ കാണുകയുണ്ടായി ഡൽഹിയിൽ വെച്ച്. അപ്പോൾ എന്തോ എല്ലാവരും കൂടി വന്നു, കാപ്പി കുടിക്കണ്ടേ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയുക, ഞാനിന്ന് കാപ്പി കുടിക്കില്ല, ഭക്ഷണമേ കഴിക്കില്ല, കാലത്ത് മുതൽക്കൊന്നും കഴിച്ചിട്ടില്ല. എന്താ കാര്യം? എനിക്കൊരു വ്രതമുണ്ട്. എന്താ അത്? ദേഷ്യപ്പെട്ടാൽ ഞാൻ പട്ടിണി കിടക്കുന്നു. ഞാൻ ഇന്ന് ദേഷ്യപ്പെട്ട ദിവസം, അതുകൊണ്ട് ഭക്ഷണം കഴിക്കില്ല എന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? അദ്ദേഹം സ്വയം ശിക്ഷ നൽകുക. ശിക്ഷയല്ല, അത് ശിക്ഷണമാണ്. അതുപോലെ നിങ്ങൾ എന്തു വേണം? ഒരു ശിക്ഷണത്തിൽ കഴിയണം. എന്താണ് ആ ശിക്ഷണം? കായേന വാചാ മനസേന്ദ്രിയൈർവാ. കായം ശരീരം കൊണ്ടോ മനസ്സുകൊണ്ടോ ഇന്ദ്രിയങ്ങൾ കൊണ്ടോ, കണ്ണ് മൂക്ക് ചെവി കൈ കാലൊക്കെ ഉണ്ടല്ലോ, എല്ലാം കൊണ്ടോ, ബുദ്ധി കൊണ്ടോ അല്ല. നമ്മൾക്കൊരു പ്രകൃതി ജനിച്ചപ്പോൾ തന്നെയുണ്ട്, ജീവനിൽ കലർന്ന വാസനാബലം. ആത്മനാവ അനുസൃത സ്വഭാവാത്. എല്ലാവർക്കും ഓരോ സ്വഭാവമുണ്ടല്ലോ ജനിക്കുമ്പോൾ. നായ കുരയ്ക്കണു, മനുഷ്യൻ സംസാരിക്കണു, പക്ഷികൾ ചിലയ്ക്കണു, പുഴ ഒഴുകണു, തടാകം അവനെ നിശ്ചലമായി നിൽക്കുന്നു. എല്ലാറ്റിനും ഓരോ സ്വഭാവമുണ്ട്. അതേമാതിരി നമുക്കുമുണ്ട് ഒരു സ്വഭാവം. അച്ഛനമ്മമാരുടെ സ്വഭാവം മിക്കവാറും കുട്ടികൾക്ക് കിട്ടും. അങ്ങനെയാണ് കുലത്തൊഴിലുകൾ പലതും നിലനിന്ന് പോരുന്നത്. ഒരു കുലത്തിൻ്റെ തൊഴിലാണെന്ന് പറഞ്ഞാൽ അവർക്കത് കൊണ്ടു നടക്കാൻ വിഷമമുണ്ടാവില്ല. അച്ഛനമ്മമാർ ചെയ്യുന്നത് കണ്ടു പഠിച്ചിട്ടുള്ളവരാ. ആ രക്തമാണല്ലോ നമ്മുടെ മനസ്സിൽ.
അനുസൃതസ്വഭാവാത് കരോതി യദ്യത്. നിങ്ങൾ എന്ത് ചെയ്യണു എന്നുള്ള ചോദ്യമില്ല, എന്തെന്ത് വേണമെങ്കിൽ ചെയ്തോളൂ. കരോതി, നിങ്ങൾ ചെയ്യുന്നുണ്ടോ ആ ചെയ്യുന്നത് മുഴുവൻ. നമുക്ക് ചെയ്യാനായിട്ട് ബാഹ്യമായി സ്ഥൂല ശരീരം, ശരീരാംഗങ്ങൾ, വായ സംസാരിക്കാൻ, മനസ്സ് ചിന്തിക്കാൻ, ബുദ്ധി ആലോചിക്കാൻ, അഹങ്കാരം ഗർവ് കൊള്ളാൻ, ഇങ്ങനെ ഏതവയവങ്ങൾ കൊണ്ട് ബാഹ്യമോ ആന്തരമോ സ്ഥൂലമോ സൂക്ഷ്മമോ ആയി നിങ്ങൾ എന്തെല്ലാം പ്രവർത്തിക്കുന്നുണ്ടോ ആ പ്രവൃത്തി മുഴുവനും നാരായണായേതി. ഈ ചെയ്യുന്നതൊന്നും എനിക്ക് വേണ്ടിയിട്ടല്ലേ. ഞാൻ ജനിച്ചത് തന്നെ എനിക്ക് അറിഞ്ഞുകൊണ്ടല്ല. ജനിച്ചതിന് ശേഷം 2 or 3 വയസ്സായപ്പോൾ അമ്മ പറഞ്ഞതാണ്, നീ എൻ്റെ കുട്ടിയാണ്, കുട്ടിയാണ്, കുട്ടിയാണ്. ഞാൻ മനുഷ്യനാണെന്ന് കുറേശ്ശെ ആയിട്ട് മനസ്സിലാക്കിയതാ. ബാക്കിയുള്ളവർ സംസാരിക്കുന്നത് കേട്ട് സംസാരിക്കാൻ പഠിച്ചു, ഊണ് കഴിക്കുന്നത് കണ്ട് ഊണ് കഴിക്കാൻ പഠിച്ചു, എല്ലാം കണ്ടുപഠിച്ചതാ. അപ്പം നമ്മുടെ സ്വഭാവത്തിന് വിധേയമായിട്ടാണ് നമ്മൾ വളരുന്നത്. അതെല്ലാം തന്നെ നാരായണനുള്ള സമർപ്പണമാണ്, ഉപഹാരമാണ്, നിവേദ്യമാണ് ഞാൻ നൽകുന്നതാ. പ്രത്യേകം തിരഞ്ഞെടുത്ത പൂക്കൾ കൊണ്ടുള്ള മന്ത്രതന്ത്രത്തോടു കൂടിയുള്ള പൂജയല്ല. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി മുഴുവനും നാരായണ പൂജയാണ്. ചെയ്യുന്നതിനെ എല്ലാറ്റിനെയും സമർപ്പിക്കുകയാണ്. ഈ ഒരു ശ്ലോകം അല്പം മാറ്റിയിട്ട് പറയാണ്, നാരായണായേതി സമർപ്പയാമി, ഞാൻ സമർപ്പിക്കുന്നു. ആ അവസാനത്തെ ഭാഗം മാറ്റിയിട്ട് പറയുന്നതാണ്. ഭാരതത്തിൽ കാശ്മീരം മുതൽ കന്യാകുമാരി വരെ എല്ലാ സ്ഥലത്തും ജനങ്ങളിത് ചൊല്ലുന്നതാണ്. ഞാൻ ചൊല്ലിത്തന്നാൽ നിങ്ങൾ ചൊല്ലുമോ? കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ അനുസൃതസ്വഭാവാത് കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേത്തത്. എന്ത് ചെയ്യുന്നുവോ അതൊക്കെ സമർപ്പിക്കുക. ഇതാണ് ഇതിനുള്ള ഫോമുല, മന്ത്രം, സൂക്തം. ഇവിടെ വേറെ ഒന്നുമില്ല, നിങ്ങളുടെ മനസ്സാണ്. എങ്ങനെ നിങ്ങൾ പ്രത്യേകമായി തിരഞ്ഞെടുത്ത പുഷ്പങ്ങളും മാല്യങ്ങളുമെല്ലാം ഭഗവാന് വേണ്ടി സമർപ്പിക്കുമോ, അർപ്പിക്കുമോ, അതുപോലെ നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും സമർപ്പിക്കൂ. അതിലൊരു സാധനം ഒഴിച്ചു വയ്ക്കരുത്. നുണ പറഞ്ഞാൽ ആ നുണയെ ഭഗവാന് സമർപ്പിക്കണം. കളവ് ചെയ്താൽ ആ കള്ളത്തരത്തെ സമർപ്പിക്കണം. ചതിച്ചാൽ ആ ചതിയെ സമർപ്പിക്കണം. ഈശ്വരന് സമർപ്പിക്കുന്ന ഒരൊറ്റ വഴിയേ ഉള്ളൂ, നമ്മളിൽ നിന്ന് അങ്ങോട്ട് അകറ്റിക്കളയാൻ. വേറെ ഒരു വഴിയുമില്ല. നമ്മൾ രചിച്ച ലോകത്തിലല്ല നമ്മൾ ജീവിക്കുന്നത്. അച്ഛനമ്മമാർ തന്ന വസ്തുക്കളല്ല നമ്മൾ ഉപയോഗിക്കുന്നത്. ഭൂമിയിലാണ് അമ്മ പെറ്റു കുട്ടിയെ വിടുന്നത്. ആ ഭൂമി അമ്മ രചിച്ചതല്ല. ശ്വസിക്കുന്ന കാറ്റ് അച്ഛനും അമ്മയും തന്നതല്ല. കുടിക്കുന്ന വെള്ളവുമല്ല. ഇവിടെയുള്ള അഗ്നിയും സൂര്യ ചന്ദ്ര രശ്മികൾ, കിരണങ്ങൾ, അതൊന്നും ഇവരാരും തന്നതല്ല. അങ്ങനെ നമ്മുടെ അല്ലാത്തൊരു ലോകത്തിൽ നാം ആരും രൂപപ്പെടുത്താത്തൊരു ശരീരത്തോടു കൂടി വന്ന് പറന്ന് എന്തെല്ലാം ജോലികൾ ഇവിടെ ചെയ്യുന്നുണ്ടോ, ഈ ലോകത്തിൻ്റെ രചയിതാവാരോ, അദ്ദേഹത്തിൻ്റെ ഉദ്ദേശമെന്തോ, ലക്ഷ്യമെന്തോ, അതിനു വേണ്ടി ചെയ്യുന്നതാണ് നമ്മുടെ പ്രവൃത്തികളെല്ലാം തന്നെ. ഇതൊരു വസ്തുതയാണ്. ഇത് ഭാവനയല്ല, വസ്തുതയാണിത്. കായേന വാച മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ അനുസൃതസ്വഭാവാത് കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേത്തത്. ഇതാണ് ഈ നിരന്തര പൂജയ്ക്കുള്ള വഴി. എൻ്റെ കൂട്ടരെ, നിങ്ങൾ ഈ അല്ലറ ചില്ലറ പൂജയിൽ നിന്നൊക്കെ മനസ്സിനെ എടുക്കൂ. വിശാലമായ നിരന്തരമായ ഒരു ഭാവന നിങ്ങളുടെ മനസ്സിൽ പ്രവേശിക്കട്ടെ. ഞാൻ ചെയ്യുന്നത് മുഴുവനും ഈശ്വര പൂജയാണെന്നൊരു തോന്നൽ വരട്ടെ. അത് അനുവദിക്കാതെ എന്ത് ഘടകമാണ് നിങ്ങളുടെ ഉള്ളിലുള്ളത്? മനസ്സിൽ വല്ല കുത്തുണ്ടോ? എന്നാൽ ആ കുത്തിനുള്ള കാരണം എന്താ? ഞാൻ ഈശ്വരൻ്റെ ഒരു സന്താനമാണെന്ന് വിചാരിക്കുന്നതിൽ നിങ്ങൾക്ക് എന്താണ് തെറ്റ്? 1ാം ക്ലാസ്സിലാണോ പഠിക്കണേ? ഞാനൊരു ഈശ്വരപുത്രനാണ്, ഈശ്വരപുത്രിയാണെന്ന് പറയാൻ എത്ര നേരം വേണം? നിങ്ങൾ പറയണില്ലേ ഭൂമി ഈശ്വര സൃഷ്ടമാണെന്ന്? സമുദ്രം ഈശ്വര സൃഷ്ടമാണെന്ന് സമ്മതിക്കില്ലേ?
അപ്പോൾ ഭൂമി ഈശ്വര സൃഷ്ടമാണെങ്കിൽ ഭൗമമായിരിക്കുന്ന വസ്തുവകകളെല്ലാം തന്നെ ഈശ്വര സൃഷ്ടമല്ലേ? അതിൽപ്പെട്ട ഒരു ജീവിയല്ലേ നമ്മൾ? അപ്പം ഭൗമജീവിയായിരിക്കുന്ന നാം, പാഞ്ചഭൗതികമായ പ്രപഞ്ചം ഈശ്വര സൃഷ്ടമാണെങ്കിൽ അതിൽ ജീവിക്കുന്ന നമ്മളും ഈശ്വര സൃഷ്ടിയല്ലേ എന്ന് ഞാനൊരു ചോദ്യം ചോദിക്കുന്നു. നിങ്ങൾക്ക് എന്താ മറുപടി? അവിടെ വന്നൊന്ന് പിടിക്കണം, എന്നിട്ട് എല്ലാവരെയും കേൾപ്പിക്കണം. അതേന്ന് പറയാൻ നിങ്ങളുടെ മനസ്സ് സമ്മതിക്കണില്ല. മഹാപാപത്തിൻ്റെ കൂമ്പാരമാണത്. മഹാപാപം കൊണ്ടാണ് നിങ്ങൾക്ക് പറയാൻ സമ്മതിക്കാത്തത്. എന്താ ഞാൻ ഈ പറയുമ്പോൾ അതേ നിങ്ങൾ പറയാൻ വിഷമം? നിങ്ങൾ വാസ്തവത്തിലൊരു ഈശ്വരൻ്റെ സന്താനമല്ലേ എന്ന് ഞാൻ ചോദിക്കുന്നു. കണ്ടോ കിടന്ന് ചുളിയണത്, തേരട്ട ചുളിയണമാതിരി. അത് പറയാറാവണപ്പാ. ഇന്ന് മുതൽക്ക് നിങ്ങൾ പരിശ്രമിക്കൂ. ഞാൻ ഈശ്വരൻ്റെ സന്താനമാണ്. നുണ പറഞ്ഞാൽ ഉടനെ പറയണം, ഞാൻ ഈശ്വരൻ്റെ സന്താനമാണ്, അങ്ങയുടെ സന്താനമാണ്. അങ്ങ് സൃഷ്ടിച്ച ലോകത്തിൽ നടക്കുമ്പോൾ എന്തോ കാര്യത്തിന് വേണ്ടി ഞാൻ നുണ പറഞ്ഞു, പറയിപ്പിച്ചത് അങ്ങാണ്, ഞാൻ പറഞ്ഞേ ഉള്ളൂ, കുത്തി നടക്കുന്ന വടിയാണെന്ന്. ഈ അഭ്യാസം നിങ്ങളൊരു 10 ദിവസം ചെയ്തു നോക്കൂ, എന്നിട്ട് എവിടെ നിൽക്കണമെന്ന് പറയും. കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി ഭയം ദ്വിതീയാഭിനിവേശതഃ സ്യാത് ഈശാദപേതസ്യ വിപര്യയോ സ്മൃതി തന്മായയാതോ ബുധാ ഭജേത്തം ഭക്ത്യൈകയേശം ഗുരുദേവതാത്മാ. ഈ ഭയം എന്ന് പറയുന്നുണ്ടല്ലോ, എങ്ങനെയാ അത് വരണത്? ഭയം ദ്വിതീയാഭിനിവേശതഃ സ്യാത്. 2 എന്നൊരു തോന്നൽ വരുമ്പോഴാണ് ഭയം പൊട്ടിമുളയ്ക്കുന്നത്. 2 എന്നുള്ള തോന്നൽ എവിടെയാ? നമ്മുടെ മനസ്സിൽ. സർവ്വ തോന്നലും നമ്മുടെ മനസ്സിലാണ്. അപ്പം 2 എന്നൊരു തോന്നലും നമ്മുടെ മനസ്സിലാണ്. എത്ര ആളാണ് ഇവിടെ? ഈശ്വരൻ എത്ര ആളുണ്ട്? ആരാവണം എൻ്റെ ഇഷ്ടദൈവം? ആരാവണം നിങ്ങളുടെ ഇഷ്ടദൈവം? ദൈവം ഒന്നേ ഉള്ളൂ. ആ ദൈവത്തിന് നിങ്ങൾ ഇഷ്ടപ്പെടണം, അതാണ് ആവശ്യം. ഇഷ്ടദൈവം അന്വേഷിച്ചുകൊണ്ട് നടക്കണം. നാണാവില്ലേ നിങ്ങൾക്ക്? ഇഷ്ടദൈവം ആരാവണം? പൂച്ചയാവണം, തവളയാവണം. ഇഷ്ടദൈവം ആരാവണമെന്ന്? ഉള്ള ദൈവത്തെ നിങ്ങൾ ഇഷ്ടപ്പെടുവപ്പാ. എന്ത് ദൈവമായാലും കൊള്ളാം. നമ്മൾ കല്ലിനെ ദൈവമായി കണ്ട് നടക്കുന്നവരല്ലേ? ആ കല്ലിനെ നമ്മൾ ഇഷ്ടപ്പെടുന്നില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഭഗവാനോട് ഇഷ്ടം തോന്നണം. അതിന് എത്ര രൂപ അടക്കി വെച്ചിട്ടുണ്ട്. ഇൻഡസ്ട്രീസിൽ നിന്ന് സാരി ഡിസൈൻ ചെയ്ത് വരുന്ന മാതിരി ഡിസൈൻ ചെയ്ത് തന്നിട്ടുണ്ട് നമ്മുടെ ആൾക്കാർ. 33 കോടി ദേവന്മാരാ നമുക്ക്. ആരെങ്കിലും ഇഷ്ടപ്പെട്ടോളൂ. കൊള്ളിക്കെട്ടനെ വേണമെങ്കിൽ കൊള്ളിക്കെട്ടനെ, മുണ്ടിച്ചെറുമിയെ വേണമെങ്കിൽ മുണ്ടിച്ചെറുമി. ഇന്നെന്താ ഒറ്റമുലച്ചിന്നൊരു ദൈവമുണ്ട്, അതായിക്കോട്ടെ. എന്തിനെ ആയാലും നിങ്ങൾ ഇഷ്ടപ്പെടണം എന്നുള്ളതാണ് കാര്യം. ആ ദൈവത്തിനെ സമഗ്രമായി സമ്പൂർണമായി കാണുക, ആ ദൈവത്തിനോട് കൂറു പുലർത്തുക, ആ ദൈവത്തിൻ്റെ ജീവിതം മുഴുവൻ ഒരു സമർപ്പണമാക്കി തീർക്കുക. അതാണ് നമുക്ക് ആവശ്യം. ഭയം ദ്വിതീയാഭിനിവേശതഃ സ്യാത്. ലോകത്തിലുള്ള വസ്തുക്കൾ ഒന്നിനൊന്ന് വ്യത്യസ്തമാണ്. ഭഗവാനെയും വ്യത്യസ്തമാക്കണമപ്പ. എല്ലാ വസ്തുക്കളിലും ഒരുപോലെ അനുസ്യൂതം വ്യാപിച്ചിരിക്കുന്നതാണ് ദൈവം. ആ ദൈവത്തെ നിങ്ങൾ വിഭജിക്കണോ? വസ്തുക്കൾ വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. പലതുമായി കിടക്കുന്ന പ്രപഞ്ച വസ്തുക്കളിൽ ഒന്നായി പരിലസിക്കുന്നതാണ് ദൈവം. അതിനെന്തിനാപ്പാ വെട്ടിമുറിക്കണത്? അത് വെട്ടിമുറിച്ചാൽ മുറിയൂല്ല. അത് അവിഭാജ്യമാണ്, ഇൻഡിവിസിബിളാണത്. God is indivisible. You cannot divide him at all. Then why are you trying to divide him and give many names, saying that, can you say, the legs of my mother I don't like, the feet I don't like, I only like her face എന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? എല്ലാം കൂടി ഒരു ദൈവമേ ഉള്ളൂ, സർവ്വവ്യാപി. അകവും പുറവും അത് തന്നെ. അപ്പം 2 എന്നുള്ള വിചാരം മനസ്സിൽ നിന്ന് പോണം. ഭയം ദ്വിതീയാഭിനിവേശതഃ സ്യാത്. 2 എന്നുള്ള വിചാരം വന്നാൽ അപ്പോൾ ദൈവമുണ്ട്, ദൈവമല്ലാതെയും ഒന്നുണ്ട് എന്ന് വരുമ്പോൾ മനസ്സ് ദൈവത്തിൽ നിന്ന് തെറ്റി മറ്റേതിലേക്ക് പോകും. 2 എന്നുള്ള വിചാരം മനസ്സിൽ നിന്ന് പോയാൽ പിന്നെ തെറ്റലില്ല, മറക്കലില്ല, പിടിക്കലില്ല, വഴുതിപ്പോകലില്ല, ഒന്നുമില്ല. അതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഭഗവാനോട് ഞാൻ പറയാറുണ്ട്, ഭഗവാനെ, അങ്ങയ്ക്ക് വലിയ ശക്തിയൊക്കെ ആണെങ്കിലോ, സാധിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ അകത്തുനിന്ന് പുറത്തേക്കൊന്ന് ചാടിക്കിടക്കൂ, പറ്റുമെങ്കിൽ അങ്ങ് ഇല്ലാത്തിടത്തിലേക്ക് എന്നെ ഒന്ന് ബഹിഷ്കരിക്കൂ എന്ന് ഞാൻ 2 തവണ 2 ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഇന്നേ വരെ ഭഗവാൻ മിണ്ടിയിട്ടില്ല, മിണ്ടൂല്ല. എന്താ കാരണം?
ഒന്നേ ഉള്ളൂ. അത് എല്ലാ ദിക്കിലുമുണ്ട്. ഈശ്വരനില്ലാത്ത ഒരിടം ഒരിക്കലും ഉണ്ടാവില്ല. എൻ്റെ ഉള്ളിൽ നിന്ന് പുറത്ത് കിടന്നാൽ എങ്ങനെ കിടക്കും? ഏത് പുറത്തേക്കാണ് കിടക്കുക? ഉള്ളു പുറമുണ്ടോ ഭഗവാന്? നോക്കൂ, ഇങ്ങനെയുള്ള മനസ്ഥിതി നിങ്ങൾക്ക് വരണം. ഈശാദഭേദസ്യ വിപര്യോ അസ്മൃതി. രണ്ടെന്നുള്ള വിചാരം വന്നാൽ ഭഗവാനായി അഭഗവാനുമായി, ദൈവമായി അദൈവമായി. ഈ ലോകം എന്ന് പറയണത് വെള്ളം ഐസാകുന്നത് പോലെയാണ്. ദൈവം തന്നെ കട്ടപിടിച്ചതാണ് ഈ ലോകം. ആ ഐസും H2O ആണ്, വെള്ളവും H2O ആണ്, നീരാവിയും H2O ആണ്. ഒരു വ്യത്യാസവും ഇല്ല. അതുപോലെ ദൈവം തന്നെ ഘനീഭവിച്ചതാണ് പഞ്ചഭൂതങ്ങൾ. ദൈവത്വത്തിന് ഒരു മാറ്റവും അവിടെ വന്നിട്ടില്ല. അങ്ങനെ നിങ്ങൾ വിചാരിച്ചു നോക്കൂ, അപ്പോൾ ഭയമുണ്ടാവില്ല. ഇതിൽ വ്യത്യാസബുദ്ധി തൊടുത്തു വിടുന്നത് മായയാണ്, നമ്മുടെ മനസ്സാണ്. അത് പോകാൻ എന്ത് വേണം? ബുധ ആഭജേത് തം. ആ ഈശ്വരനെ ഭജിക്കണം. എങ്ങനെ ഭജിക്കണം? ഭക്തിയാ ഏകയാ ഈശം. ഇളക്കമില്ലാത്തത്, വ്യതിചലിക്കാത്തത്, വ്യഭിചരിക്കാത്ത ഭക്തിയോടുകൂടി ഗുരുദേവതാത്മാ, ഗുരുവിനെ ദൈവമായി കണ്ട്, തൻ്റെ അന്തരാത്മാവിൻ്റെ ബാഹ്യ പ്രകടനമാണ് ഗുരു എന്ന് കണ്ട്, ആ ഗുരുവിനെ ദൈവമായും അന്തരാത്മാവായും കണ്ട് അദ്ദേഹത്തിൻ്റെ സമീപത്തിൽ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി ഉപദേശം കേട്ട്, സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ച്, അർജുനൻ ചോദിച്ചില്ലേ, ഉദ്ധവൻ ചോദിച്ചില്ലേ, അതേമാതിരി ചോദിച്ച് സംശയങ്ങൾക്കെല്ലാം നിവാരണം വരുത്തി അങ്ങനെ അങ്ങോട്ട് ഭജിക്കുക. ഭക്തിയാ ഏകയാ ഈശം. ഭക്തി ഏകയാന്നൊരൊറ്റ വിശേഷണേ ഉപയോഗിച്ചിട്ടുള്ളൂ. നിങ്ങളുടെ ഭക്തി ഏകാത്മകമാവണം. അതിങ്ങനെ ബിംബത്തിൽ മാത്രമാവരുത്. ബിംബം പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ഗർഭഗൃഹത്തിലാണ്. ഗർഭഗൃഹം ക്ഷേത്രത്തിൻ്റേതാണ്. ക്ഷേത്രം മതിൽക്കകത്താണ്. മതിൽക്കകം ഭൂമണ്ഡലത്തിലാണ്. ഭൂമണ്ഡലം ആകാശകോശത്തിലാണ്. ആകാശം ഇവിടെ രണ്ടെന്നൊന്നുമില്ല, ഒന്ന് മാത്രമേ ഉള്ളൂ. ഭക്തിയാ ഏകയാ ഈശം ഗുരുദേവതാത്മാ. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന് കുറേ നിയന്ത്രണവും കാര്യങ്ങളും ഒക്കെ വേണം. അതിനെന്താ വേണ്ടത്? ശ്രീമദ് ഭാഗവതം ഞാൻ പലപ്പോഴും പറയും, 3 കുട്ടികളെ നമ്മുടെ മുൻപിൽ അവതരിപ്പിക്കുന്നു എന്ന്. ആദ്യത്തെ കുട്ടി ശൃംഗി, ശമീക മഹർഷിയുടെ കുട്ടി, വളരെ ചെറുപ്പം, വയസ്സ് പറഞ്ഞിട്ടില്ല. ആ കുട്ടിയുടെ അടുത്ത് വളരെ തപസ്വിയായി മഹാത്മാവായിരിക്കുന്ന ഒരച്ഛനുണ്ട്, നല്ലത് പറഞ്ഞു കൊടുക്കാൻ. അവൻ പരീക്ഷിത്ത് മഹർഷിയെ ശപിച്ചുപോയി. അത് തെറ്റായി എന്നാണ് അച്ഛൻ പറഞ്ഞത്. മുതൂത്ത് തട്ടി നീ ചെയ്തത് ശരിയെന്നല്ല പറഞ്ഞത്. കഴുത്തിലെന്തോ ഭാരം തോന്നി, ഞാൻ എടുത്തങ്ങോട്ട് കളഞ്ഞു, അതോടുകൂടി അത് തീർന്നുല്ലോ എൻ്റെ പൊന്നു മോനെ. നീ നമ്മുടെ പാരമ്പര്യത്തിൽപ്പെട്ടവനല്ലേ. നമുക്ക് ദേഷ്യമുണ്ടോ? നമുക്ക് വെറുപ്പുണ്ടോ? നമ്മൾ ആരെങ്കിലും ശപിക്കുമോ? ചെറിയ ഒരു തെറ്റിന് ഇത്ര വലിയ ശിക്ഷ നീ കൊടുത്തൂല്ലോ. ഞാനിത് ആരോട് പറയും? ഇതെങ്ങനെ സഹിക്കും? ഇത് അച്ഛനെ തൃപ്തിപ്പെടുത്തുന്ന ഒരു നടപടിയല്ല എന്നൊക്കെ പറഞ്ഞ് ഉപദേശിക്കാനുണ്ടായിരുന്നു. ആ കുട്ടിയുടെ തെറ്റ് വെച്ചുകൊണ്ട് നമ്മളോട് ശ്രീമദ് ഭാഗവതം തെറ്റ് ചെയ്യാനല്ല പറയുന്നത്. അത് വളരെ ക്രമം വിട്ടുപോയി. അരുത് അരുത് എന്ന് പറയുക. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയാറുണ്ട്. കുട്ടികൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണമപ്പാ, പറഞ്ഞു കൊടുക്കണം. എന്ത് പറയണോ അവരുടെ ഭാഷയിൽ പറഞ്ഞോളൂ, അവരത് ഉൾക്കൊള്ളും. 2 വയസ്സ് 3 വയസ്സായാലും കുട്ടികൾ കാണുന്ന പടങ്ങൾ, അവർ കാണുന്ന ദൃശ്യങ്ങൾ, അവർ കേൾക്കുന്ന കഥകൾ, കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കാൻ നിങ്ങൾക്ക് അറിയണം. അവരേത് കഥയും വളരെ രസിച്ച് കേൾക്കും. അതിനാണ് നമുക്ക് വേണ്ട പുരാണങ്ങളും അമർചിത്ര കഥയൊക്കെ ഉണ്ടല്ലോ. എന്താ രസകരമായിട്ടുള്ള കാഴ്ച. ഞാനിങ്ങനെ അമർചിത്ര കഥയൊന്നും അങ്ങനെ വായിക്കാത്ത ആളാണ്. പക്ഷേ ഒരു തവണ ഒന്നും ഇങ്ങോട്ട് എടുത്തു നോക്കിയപ്പോൾ ആ ദ്രൗപദി അങ്ങനെ നോക്കുക. നീ അടിമയായി കഴിഞ്ഞു. ആർക്ക്? ഞങ്ങൾക്ക്. എന്തുകൊണ്ട് അടിമ? നിൻ്റെ തന്നെ ഭർത്താവ് അടിച്ചേൽപ്പിച്ച അടിമത്വം. എന്താ യുധിഷ്ഠിര മഹാരാജാവിന് വേറെ ഒന്നും കൊടുക്കാനുണ്ടായിരുന്നില്ലേ? ഇല്ല, എല്ലാം കൊടുത്തു. അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരെ കൊടുത്തു, അദ്ദേഹം സ്വയം കൊടുത്തു. എന്നിട്ടാണ് നിന്നെയും കൊടുത്തത്. ഒറ്റ ചോദ്യം, ആദ്യം കൊടുത്തത് ആരെയാ? എന്നെയോ അദ്ദേഹത്തെ സ്വയം കൊടുത്തോ? അദ്ദേഹത്തെ സ്വയം കൊടുത്തു. പിന്നെയാണ് നിന്നെ കൊടുത്തത് എന്ന് പറഞ്ഞു. ആ ദ്രൗപദിയുടെ നോട്ടമുണ്ടല്ലോ, ആ പടം എൻ്റെ മനസ്സിൽ വല്ലാതെ പതിഞ്ഞു കിടന്നു. അവർക്ക് വേണ്ടത് കിട്ടി.
ആ പറഞ്ഞ വാക്കുമേൽ പൊത്തിപ്പിടിച്ചിട്ടാണ് ആ നിറഞ്ഞ കുരുസദസ്സിനെ മുഴുവനും ദ്രൗപദി മുട്ടുകുത്തിച്ചത്. സ്വയം പണയപ്പെട്ട രാജാവിന് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ പണയപ്പെടുത്താൻ എന്താണ് അധികാരം, അവകാശം? അദ്ദേഹം പണയപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ധർമ്മപത്നിയായിരിക്കുന്ന ഞാനും കീഴടങ്ങി എന്നാണ് വാസ്തവമെങ്കിൽ എതിരാളികൾ എന്തുകൊണ്ട് എന്നെ നോക്കി പറഞ്ഞു, ദാ ബാക്കി നിൽക്കണു നിൻ്റെ ഭാര്യ, അവളെ പണയപ്പെടുത്തൂന്ന്. അപ്പം അവരുടെ ദൃഷ്ടിയിൽ ഞാൻ സ്വതന്ത്രയായിരുന്നല്ലോ, അതുകൊണ്ടല്ലേ പണയം വെച്ചത്. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ഞാനിതാ ഉറച്ചു പറയണു, ഞാൻ പണയപ്പെടുത്തപ്പെട്ടിട്ടില്ല. ആ ഒരൊറ്റ വാക്ക്, അവരുടെ ആ തർക്കത്തിൻ്റെ മുൻപിൽ ഭീഷ്മ പിതാമഹൻ പറയുകയാണ്, ദ്രൗപദിയുടെ അവകാശവാദം ഞാൻ അഭിനന്ദിക്കുന്നു, സമ്മതിക്കുന്നു, അതിന് മറുപടി പറയാൻ എനിക്കില്ല. ഭീഷ്മ പിതാമഹന് പോലും മറുപടി പറയാൻ ഇല്ലാത്തൊരു ചോദ്യമായി പോയി ആ വനിത ഉന്നയിച്ചത്. ആ ഒരു നോട്ടമുണ്ടല്ലോ, നോക്കൂ, കഥകളുടെ ശക്തി വളരെ വിശേഷമാണ്, വളരെ വിശേഷമാണ്. നിങ്ങൾ കുട്ടികൾക്ക് കഥ പറഞ്ഞു കൊടുക്കണമപ്പാ, കഥ പറഞ്ഞു കൊടുക്കണം. കഥ എന്ന് പറയണത് കഥയാവാം, പക്ഷെ നിങ്ങൾ പറയണതും കേൾക്കുന്നതും കഥയല്ല, അത് വാസ്തവികമായി നടക്കുന്ന സംഭവമാണ്. പറയുന്നത് എന്തോ ആവട്ടെ, പറയുമ്പോൾ അത് ഹിസ്റ്ററിയായി, അത് ഫാക്റ്റായി, അത് ഇറെഫ്യൂട്ടബിളായി. ഇറ്റ് ബിക്കംസ് ആൻ ഇൻസ്റ്റൻസ് ഇൻ ലൈഫ്. അത് ജീവിതത്തിലുള്ള ഒരു അധ്യായമാകും. നിങ്ങളുടെ മാതൃജീവിതത്തിൽ, പിതൃജീവിതത്തിലുള്ള ഒരു അധ്യായം ആ കുട്ടികളുടെ ശൈശവത്തിലുള്ള ഒരു അധ്യായമായി തീരും. നല്ല കഥകൾ പറഞ്ഞു കൊടുക്കൂ. കഥ പറഞ്ഞു കൊടുത്ത് കുട്ടികളോട് ചോദിക്കണം, എൻ്റെ പൊന്നു മോനെ, മോളെ, നീയാണെങ്കിൽ എന്തു ചെയ്യും, നീയാണെങ്കിൽ എന്തു ചെയ്യും. നമ്മുടെ കുട്ടികൾക്ക് ആരെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ മേടിക്കാൻ പാടില്ല, ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ചും. ഞാനിങ്ങനെ ഓരോ സംഭവങ്ങൾ പറഞ്ഞപ്പോൾ ബംഗളൂരിൽ നിന്ന് 2 കുട്ടികളെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ കുട്ടികളുടെ അടുത്ത് ഞാൻ ചോദിച്ചു, കുട്ടികളെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും വന്ന് ഒരാളിങ്ങനെ കൊണ്ടുവന്നു ഒരു ബാഗ് നിറച്ച് അതിലെന്തോ ഉണ്ട്, സാധനം നല്ലതാണ്, മിന്നണമൊക്കെ ഉണ്ട്, തന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഞാൻ മേടിച്ചു വയ്ക്കുന്നു. ഞാൻ മേടിച്ചു വയ്ക്കും. നിങ്ങൾ മേടിച്ചു വയ്ക്കുമോ? മേടിച്ചു വെച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ പോലീസുകാരെ അന്വേഷിച്ചുകൊണ്ട് വരുന്നു, ഈ സഞ്ചി നിങ്ങളുടെ കയ്യിൽ കണ്ടു, നിങ്ങൾക്ക് എവിടുന്നാ കിട്ടിയേ, കയറൂ ഇതാ വാനിൽ എന്ന് പറഞ്ഞ് കൊണ്ടുപോയി. അങ്ങനെ ആകുമ്പോഴോ, എന്നാൽ ഞാൻ മേടിക്കില്ല എന്ന് പറയും. നോക്കൂ എങ്ങനെയാ മനസ്സിൻ്റെ മാറ്റം. ആദ്യം പറയണു ഞാൻ മേടിക്കുന്നു, അതേ സമയത്ത് അവർക്ക് ഗുണദോഷങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴോ ഞാൻ മേടിക്കില്ല എന്നായി. മേടിക്കുന്നു പറയുന്ന മനസ്സ് ക്ഷണം കൊണ്ട് മേടിക്കില്ല എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാവണില്ലാവോ ഞാൻ പറയുന്നത്? ഒരു സാധനം മേടിക്കാൻ അനുവദിക്കരുത് നിങ്ങൾ. അന്യൻ്റെ വസ്തു, ഒരു സാധനം നമുക്ക് വേണ്ട, വേണ്ട, തൊട്ടുപോകരുത്. അച്ഛനമ്മമാർക്ക് കുറവാണെങ്കിൽ കുറവ് മതി, നമുക്ക് കൂടുതലാണെങ്കിൽ കൂടുതൽ നമ്മൾ അനുഭവിക്കും. നമുക്ക് ആവശ്യം അച്ഛനമ്മമാരുടെ സ്നേഹമാണ്, അവരുടെ ആലിംഗനമാണ്, ആശ്ലേഷമാണ്. അവരുടെ കുട്ടികളാണ് എന്നുള്ള ബോധമാണ് നമ്മുടെ മനസ്സിനെ നിറയ്ക്കുന്നത്. നമ്മുടെ മനസ്സിനെ നിറയ്ക്കുന്നത് സ്വർണമല്ല, പണമല്ല, ചെക്കല്ല, ബാങ്ക് അക്കൗണ്ടല്ല. നമ്മുടെ മനസ്സിൻ്റെ ആഹാരം വികാരമാണ്, ഭാവമാണ്. എൻ്റെ അച്ഛനമ്മമാർക്ക് കണ്ണിലുണ്ണിയാണ് ഞാൻ ഒരൊറ്റ വിചാര, അത് മതി. ഇവിടെ മനുഷ്യരിൽ സമത്വം ഒരു കാലത്തും വരില്ല, പക്ഷേ സമത്വം എപ്പോഴും ഇവിടെ ഇല്ലാതെ ആവൂല. ഇതാണ് നമുക്ക് ആവശ്യം. നല്ല കഥകളൊക്കെ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഏറ്റവും വിശേഷപ്പെട്ടതാണിത്. കുട്ടികളിൽ മൂല്യരചന ഉണ്ടാവാനുള്ള ഒരേ ഒരു വഴി കഥ പറഞ്ഞു കൊടുക്കലാണ്. കഥ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ പൂർവികരെ ഓരോ സന്ദർഭത്തിലും എങ്ങനെ പെരുമാറി എന്നുള്ളത് പറഞ്ഞ് മനസ്സിലാക്കുക. അതാണ് നമുക്ക് ആവശ്യം. ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം. 3 കുട്ടികളെന്ന് ഞാൻ പറഞ്ഞുവല്ലോ. അതിൽ ശൃംഗിയുടെ അധ്യായം അങ്ങനെ പോയി. പിന്നെ ധ്രുവൻ 5 വയസ്സ്. ധ്രുവൻ എന്തായിരുന്നു? വാത്സല്യനിധിയായിരിക്കുന്ന ഒരമ്മ. അവിടെ ഒരു ചെറിയമ്മയുണ്ടായിരുന്നു, സുരുചി. അവർ മാത്രമേ മുള്ളും മുഷ്കും ഉള്ളവളായിരുന്നു. അതൊരു മുള്ളു പോലെ. ബാക്കി അച്ഛൻ നിഷേധിച്ചു എന്നുള്ളത് ഇരിക്കട്ടെ, കുഴപ്പമൊന്നും ചെയ്തില്ല. അമ്മയുണ്ട് വാത്സല്യത്തിന്, ഒരു നിലയ്ക്ക് സുരക്ഷിതനാ. അതാണ് ധ്രുവൻ്റെ ചരിത്രം. എന്നിട്ടും കൂടി പെറ്റമ്മ പറഞ്ഞു, പോ മധുവനത്തിലേക്ക്, ഒറ്റയ്ക്ക് പോ എന്ന് പറഞ്ഞപ്പോൾ ആ പറഞ്ഞ വാക്ക് കേട്ടുടനെ ആ കുട്ടി മധുവനത്തിലേക്ക് വാശി വെച്ച് നടന്നങ്ങോട്ട് പോയി.
നാരദൻ തടസ്സപ്പെടുത്താൻ നോക്കി, അത് കൂട്ടാക്കിയില്ല. അവസാനം നാരദന് സന്തോഷം തോന്നി, മന്ത്രം പറഞ്ഞു, പോയി തപസ് തുടങ്ങി, കാര്യം നേടി മടങ്ങി വന്നു. മടങ്ങി വരുമ്പോൾ രാജധാനിയിലത്തെ സ്ഥിതിഗതികളൊക്കെ മാറിയിരിക്കുന്നു. ഇതാണ് ധ്രുവൻ്റെ ചരിത്രം. 5 വയസ്സ്. അവിടുന്ന് അങ്ങോട്ട് കുറച്ചും കൂടി 7 വയസ്സ് പ്രായമുള്ള പ്രഹ്ലാദൻ. ആ പ്രഹ്ലാദൻ്റെ ജീവിതം എങ്ങനെയാ? ഒരച്ഛനുണ്ടപ്പാ, വാ, മീശയും മുറുക്കി വാളും പരിചയും കുന്തവും കോടാരിയും ഒക്കെ ആയിട്ട് നിൽക്കുന്നത്. അച്ഛൻ്റെ വാത്സല്യം തെല്ലും കിട്ടിയിട്ടില്ല. അച്ഛന് ആവശ്യം എന്താ? അവൻ എൻ്റെ പുത്രനാണ്, ഞാൻ ഒഴികെ ഒരു മഹാവിഷ്ണുവിനെയോ ശ്രീഹരിയോ അവൻ പരിഗണിക്കരുത്, ഞാനാകണം അവൻ്റെ ഹരി എന്നാണ്. എന്തു ചെയ്താലും മകനത് കൂട്ടാക്കില്ല. അച്ഛനും മകനും തമ്മിലുള്ള ഒരു സംഘട്ടനമാണ് പ്രഹ്ലാദൻ്റെ ജീവിതത്തിൽ കാണുന്നത്. ആ സംഘട്ടനത്തിൽ കൊച്ചുകുട്ടി തൻ്റെ നിലപാടോ തൻ്റെ ആശയമോ തൻ്റെ ആദർശമോ തൻ്റെ മൂല്യമോ തൻ്റെ ഭക്തിയോ കടുകട മാറ്റാതെ ഉറച്ചു നിന്നു. ദേഷ്യപ്പെടാതെ, കോപിക്കാതെ, തളരാതെ, നീരസമുണ്ടാകാതെ, എപ്പോൾ നോക്കിയാലും തനിക്ക് പറയാനുള്ള മറുപടി ഒന്ന്. അപ്പുറത്തുനിന്ന് എന്ത് പ്രതികരണം ഉണ്ടെങ്കിലും അതിന് യാതൊരു ഫലവുമില്ല, ഞാൻ ഉറച്ചു നിൽക്കും. അങ്ങനെ ഒരു കുട്ടിയെ നമ്മുടെ മനസ്സിന് ഇങ്ങനെ ഒരു സ്ഥൈര്യം ഉണ്ടാകാമോ എന്നുള്ള ചോദ്യത്തിന് എൻ്റെ പൊന്നു പ്രേക്ഷകരെ, പ്രഹ്ലാദനാണ് സ്ഥിരം മറുപടി. 7 വയസ്സായ കുട്ടിക്കാണ് ഇങ്ങനെയുള്ള ഒരു സ്ഥിര മനസ്സ്. അപ്പോൾ പ്രായം ചെന്ന നിങ്ങളുടെ മനസ്സിൻ്റെ സ്ഥൈര്യം എത്രയാകണം? മഹാമേരു പർവ്വതവും ഹിമാലയവും തോറ്റുപോകണം, അത്രയ്ക്കധികം സ്ഥൈര്യം നിങ്ങളിലുണ്ടാവും. പ്രഹ്ലാദനെ ഓർമ്മ വയ്ക്കൂ, എന്നിട്ട് കിടന്നുറങ്ങൂ. വിഷമങ്ങൾ വരുമ്പോൾ ആ കൊച്ചുകുട്ടിയെ ഓർമ്മ വയ്ക്കൂ. അപ്പം കാണാം നിങ്ങളുടെ മനസ്സിൽ സമുദ്രത്തിലെ അല പോലെ ധൈര്യ തരംഗങ്ങൾ പൊന്തി 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 ഇങ്ങോട്ട് വരുന്നത്. വെറുതെ വരില്ല അപ്പാ. തൈര് കടഞ്ഞാലേ വെണ്ണ വരുള്ളൂ. തൈരേ നീ വെണ്ണയാവെന്ന് പറഞ്ഞാൽ വരില്ല. നിങ്ങളുടെ മനസ്സിനെ മഥനം ചെയ്യൂ അപ്പാ. കടയൂ. പ്രഹ്ലാദനെ വെച്ച് കടയൂ, ധ്രുവനെ വെച്ച് കടയൂ നിങ്ങളുടെ മനസ്സിനെ. അതിനുള്ള വഴിയാണ് ശ്രവണം. ഷണ്ടാമർക്കന്മാരെ പ്രത്യേകം നിയോഗിച്ചു, പഠിപ്പിച്ചു. ആ പഠിപ്പിച്ചതിന് ശേഷം ഒരു ദിവസം അവതരിപ്പിച്ചു അച്ഛൻ്റെ മുൻപിൽ. 2ാമത്തെ തവണയും 3ാമത്തെ തവണയും അവതരിപ്പിച്ചു. അപ്പോൾ ചോദിച്ചപ്പോൾ, എൻ്റെ പൊന്നുമോനെ, നീ പഠിച്ചതിൽ നല്ല കാര്യം എന്താന്ന് ചോദിച്ചപ്പോൾ ആ കൊച്ചുകുട്ടി അച്ഛനോട് പറയുകയാണ്, കൂട്ടരെ, ഇതാണ് ഭാരതം, ഇതാണ് ഇന്ത്യ. ഇത് നമ്മുടെ ഭരണഘടനയിൽ ചിത്രീകരിച്ചിട്ടില്ല. ആ കഥകളൊക്കെ അവർ മനഃപൂർവ്വം വിസ്മരിച്ചു. ആദ്യമായിട്ട് ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ടായിരുന്നു. ആ പുസ്തകത്തിൽ രാമായണവും മഹാഭാരതവും ഭഗവത്ഗീതയൊക്കെ മുൻ കഥകളും ചിത്രങ്ങളുമായി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ തള്ളിക്കളഞ്ഞ് ഒരു ആംഗല ഭരണഘടനയാണ് നമുക്ക് എഴുതി വച്ചിരിക്കുന്നത്. നമ്മൾ ആംഗലരല്ലപ്പാ, നമ്മൾ ഭാരതീയരാണ്, നമ്മൾ പൗരസ്ത്യരാണ്, പാശ്ചാത്യരല്ല. നമ്മുടെ മനസ്സിൻ്റെ സംസ്കാരമൊന്ന് വേറെ. നാം പുറം കണ്ട് മകിഴുന്നവരല്ല. നമുക്ക് ഉൾമഹിമയാണ് ആവശ്യം. അതിലാണ് നമ്മുടെ ആശ്രയം, അതാണ് നമ്മുടെ നങ്കൂരം. അത് തൊട്ട് കളിക്കാൻ ലോകത്തിലുള്ള ഒരൊറ്റ ആളുമില്ല. ബ്രിട്ടീഷുകാർ വളരെയധികം പഠിച്ചു, പ്രയത്നിച്ചു, എന്തൊക്കെ ചെയ്തിട്ടും സാധിച്ചിട്ടില്ല. ഇന്നിപ്പോൾ ശബരിമലയ്ക്ക് കോടാനുകോടി ജനങ്ങളാണ് ചെല്ലുന്നത്. കുംഭമേളയ്ക്ക് 15 കോടി ജനങ്ങളാണ് ചെന്നത്. ആര് നിർത്താൻ പറ്റിയില്ല. ആംഗല ഭാഷ ഇന്നും ഇന്ത്യയുടെ ഭാഷയായിട്ടില്ല. നമുക്ക് സംസാരിക്കാൻ അറിയാമെന്നേ ഉള്ളൂ. എത്ര തുടച്ചാലും തേച്ചാലും പോകാത്തതായ ആ സംസ്കാര വിശേഷം. നൂറ്റാണ്ടുകളായിരുന്നു നമ്മൾ വിദേശാധിപത്യത്തിൽ. എന്നിട്ടും നമ്മുടെ ഭഗവത്ഗീത മറഞ്ഞു പോയില്ല, ഭാഗവതം കത്തിപ്പോയില്ല. നളന്ദ യൂണിവേഴ്സിറ്റിയിലുള്ള പുസ്തകങ്ങളെല്ലാം കത്തി ഒടുക്കാൻ 3.5 കൊല്ലം എടുത്തു എന്നൊക്കെയാണ് പറയണത്, അടുപ്പത്തിട്ട് കത്തിച്ചു കളയാൻ. എന്തായിരുന്നു സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഭാരതം ഉപായപ്പെട്ട ഭാരതമല്ല. വിദ്യാവിചക്ഷണന്മാരെ ഇവിടെയുള്ളവർ, അതിബുദ്ധിശാലികൾ, ഒന്നിനും ഒരു കുറവില്ല. പാലും തേനും ഒഴുകിക്കൊണ്ടിരുന്നു ഭാരതത്തിൽ. 1700-ാം ആണ്ടിൽ ലോകത്തിലുള്ള പ്രൊഡക്ഷനിൽ ഒട്ടാകെ 26% ഇന്ത്യയിലായിരുന്നു. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൽ
റോബർട്ട് ക്ലൈവ് ഭരിക്കുന്ന സമയത്ത് 600 ലോഡ് കപ്പലിലാണ് ബംഗാളിൽ നിന്ന് സ്വർണവും നാണയങ്ങളും എല്ലാമായി കയറ്റി അങ്ങോട്ട് വിട്ടത്. 600 കപ്പൽ. കേൾക്കണുണ്ടോ നിങ്ങൾ? ഇതൊക്കെ ഉണ്ടായിട്ടല്ലേ കയറ്റി അയച്ചത്? ഇത് അവർ തന്നതോ അവർ കൊണ്ടുപോയതോ? എന്നിട്ട് റോബർട്ട് ക്ലൈവിനോട് ബ്രിട്ടീഷ് രാജ്യം ചോദിച്ചു, തന്നെ അവിടെ പറഞ്ഞയച്ചത് ഭരിക്കാനാണല്ലോ, അവിടുത്തെ സാധനങ്ങൾ ചൂഷണം ചെയ്യാനാണോ എന്ന്. ഇറ്റ് ഈസ് ഓൺലി എ ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് എന്നാണ് അദ്ദേഹം മറുപടി പറഞ്ഞത്. നിങ്ങൾ ഭാരതം നിസ്സാരമാണെന്ന് വിചാരിക്കരുതപ്പാ. ഭാരതം വളരെ സാരഭൂതമാണ്. ഈ സാഹിത്യങ്ങൾ രചിക്കാൻ സാധിച്ച ഒരൊറ്റ മഹിമ മതി. നമ്മുടെ മേന്മയും മഹത്വവും നമ്മുടെ ആ ഭീഷ്മ പദവിയും നമുക്ക് കാണിക്കാനും വിളിച്ചു പറയാനുമായി. ഉപായപ്പെട്ടതല്ല ബുദ്ധിസമ്പത്ത്. ബുദ്ധിസമ്പത്താണ് ഏറ്റവും മികച്ചത്. ഇന്ദ്രിയ സമ്പത്ത് തുച്ഛം, വാക്ക് സമ്പത്ത് തുച്ഛം, മനസ്സമ്പത്ത് കുറച്ചു മേലെ. പക്ഷേ സർവോപരി സർവശ്രേഷ്ഠമായിരിക്കുന്നത് ബുദ്ധിസമ്പത്താണ്. ബുദ്ധിസമ്പത്താണ്. അതാണ് വിദ്യ, അതാണ് ജ്ഞാനം, അതാണ് വിജ്ഞാനം. ആ കൊച്ചുകുട്ടി, 7 വയസ്സുള്ള കുട്ടി അച്ഛൻ്റെ മുൻപിൽ അനങ്ങിയില്ല, വിളഞ്ഞില്ല, ചൂളിയില്ല, ഇളകിയില്ല, തകർന്നില്ല. ചണ്ടാമർക്കന്മാരെ അടിച്ചു, പിടിച്ചു, കുത്തി, കൊടഞ്ഞു, മലയിൽ നിന്ന് താഴത്തിട്ടു, സമുദ്രത്തിൽ കല്ലിട്ട് താത്തി, സർപ്പത്തിനെ കൊണ്ട് കടിപ്പിച്ചു, തീയിലിട്ട് കത്തിച്ചു, കഠാരി കൊണ്ട് കടവയറ്റിൽ കയറ്റാൻ നോക്കി. ഇതൊക്കെ കഴിഞ്ഞിട്ടും കുട്ടിക്ക് യാതൊരു നാശവുമില്ല. അച്ഛന് തന്നെ പേടിയായി. ആ സന്ദർഭത്തിൽ ഒരിക്കൽ വിളിച്ചു ചോദിച്ചപ്പോൾ പറയാണ്, നീ പഠിച്ചത് ഏറ്റവും നല്ലത് എന്താണ്? ശ്രവണം കീർത്തനം വിഷ്ണോ സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മനിവേദനം. ആദ്യം കഥകൾ കേൾക്കുക, ഭഗവത് കാര്യങ്ങൾ കേൾക്കുക, ഭഗവത് ചെയ്തികൾ അറിയുക, ഓർക്കുക, സംശയമുണ്ടെങ്കിൽ ചോദിക്കുക, കൂടുതൽ മനസ്സിലാക്കുക, പറയുന്നവരുടെ കൂടെ കഴിയുക. വീട്ടിലുള്ളവർ തന്നെ കഥ പറയുന്നവരാവട്ടെ, കേൾക്കുക. കീർത്തനം, അത് കഴിഞ്ഞാൽ പാടണം, പിന്നെയോ സ്മരിക്കണം, കുറേശ്ശെ പൂജ ചെയ്യാൻ തുടങ്ങണം, അർച്ചിക്കണം, വന്ദിക്കണം. ഈശ്വരൻ്റെ ദാസനാണ് ഞാൻ, കൈങ്കര്യം ചെയ്യുന്നവനാണ് എന്നുള്ളൊരു തോന്നൽ വരണം. അവസാനം ഈശ്വരൻ്റെ സഖാവാണ്, സഖിയാണെന്നൊരു തോന്നൽ വേണം. അവസാനമാണ് ആത്മനിവേദനം. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവൻ മഹാപ്രഭോ അങ്ങയുടെ പരിലസനമാണ്, അങ്ങയുടെ അഭിവ്യക്തിയാണ്, അങ്ങയുടെ ഘനീഭൂതമായിരിക്കുന്ന സ്ഥിതിയാണത്. അതിൽപ്പെട്ട ഞാൻ എല്ലാം അങ്ങയുടെ ഞാനില്ലേ, ഞാൻ അങ്ങ് തന്നെയാണ്. പറയുന്നത് ഞാനാണെങ്കിൽ അങ്ങയാണ് ഞാൻ എന്ന് പറയുന്നത്, എന്നെയല്ല. അങ്ങല്ലാതെ ഒന്നുമില്ല എന്ന് പറഞ്ഞ ആത്മനിവേദനം, ഇതാണ് പരിശീലിക്കേണ്ടത്. കൗമാരാചരേത് പ്രാജ്ഞോ ധർമാൻ ഭാഗവതാനിഹ ദുർലഭം മാനുഷം ജന്മ തദപ്യധ്രുവമർത്ഥതം. ഇവിടെ ഞാൻ അവിടെ ചെന്നിരിക്കുമ്പോൾ നമസ്കരിക്കാൻ വരുന്നുണ്ട്. ചില കുട്ടികളൊക്കെ വരും. കുട്ടികളെ കണ്ടാൽ എനിക്ക് വലിയ ഇഷ്ടമാണ്. ഞാനൊന്ന് കെട്ടിപ്പിടിക്കും, ഒന്ന് അമർത്തും, എന്നിട്ട് അങ്ങോട്ട് പറഞ്ഞയക്കും. നോക്കൂ, കുറച്ച് പേർക്കെങ്കിലും ആ കുട്ടികളെ കൊണ്ടുവരാൻ തോന്നുന്നുണ്ടല്ലോ. ആ കൊണ്ടുവരാത്തവരൊക്കെ വിഡ്ഢിയന്മാരാണ്. നിങ്ങളൊക്കെ പമ്പര വിഡ്ഢികളാണ് കൊണ്ടുവരാത്തവർ. കൊണ്ടുവരാൻ അവസരമുണ്ടായിട്ടും കുട്ടികളുണ്ടായിട്ടും കൊണ്ടുവരണില്ല. ഈ നല്ല ഒരു വേദിയിൽ കണ്ടെന്ന് കാണിക്കുക, കാണട്ടെ, പ്രസാദമോ എന്താണെന്ന് വെച്ചാൽ കൊണ്ട് എല്ലാവർക്കും കൊടുക്കൂ. നിങ്ങൾ എത്ര പേർക്ക് വിതരണം ചെയ്യാൻ പറ്റുമോ അത്ര പേർക്ക് വിതരണം ചെയ്യൂ. ആ പുണ്യകർമ്മം ഒന്ന് ചെയ്യൂ. അപ്പം ആ പുണ്യ സംസ്കാരം ഒന്ന് ഉൾക്കൊള്ളൂ. നിങ്ങളുടെ പിന്നാലെ വരാൻ പോകുന്നത് എണ്ണമറ്റ തലമുറയാണ്. ആ തലമുറകൾക്കൊക്കെ നിങ്ങൾക്ക് പണം കൊടുക്കാൻ പറ്റുമോ, ചോറ് കൊടുക്കാൻ പറ്റുമോ, വസ്ത്രം കൊടുക്കാൻ പറ്റുമോ? പറ്റില്ല. സംസ്കാരം കൊടുക്കാൻ പറ്റും. കൃഷ്ണൻ അർജുനന് 5000 കൊല്ലം മുൻപ് ഉപദേശിച്ചതാണ് എന്ത്? ഭഗവത്ഗീത. ആ ഉപദേശിച്ച ഗീതയാണ് ഇന്നും നമ്മൾ പറയുന്നത്. 1000 ആണ്ടുകൾ മുമ്പ് രൂപപ്പെട്ടതാണ് ശ്രീമദ് ഭാഗവതം. ആ ഭാഗവതമാണ് ഈ സത്രവേദിയിൽ 16ാമത് കൊല്ലവും നാം ഉരുവിട്ട് വായിച്ച് വ്യാഖ്യാനിച്ച് വിവരിച്ച് മനുഷ്യർക്ക് രസവും ആഹ്ലാദവും വിവേകവും അറിവും വിജ്ഞാനവും എല്ലാം പ്രദാനം ചെയ്യുന്നത്. ഇതാണ് ഈ ജ്ഞാനനിധിയുടെ ഒരു വൈഭവം. ആ സംസ്കാര നിധിയെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. നിങ്ങൾ കൊടുത്ത കാശ് നാളുകളെണ്ണാം അത് ചെലവ് ചെയ്യുന്നതിന് മുൻപ്. ഒന്നുമില്ല.
കൊടുക്കാവുന്നത് നമ്മുടെ സംസ്കാരം, നമ്മുടെ ഭക്തി, നമ്മുടെ ഉൾനിധി, അത് പങ്കുവയ്ക്കാൻ നിങ്ങൾ നോക്കൂ. കൗമാര ആചരേത് പ്രാജ്ഞ ധർമാൻ ഭാഗവതാനിഹ ദുർലഭം മാനുഷം ജന്മ തദപ്യധ്രുവമർത്ഥതം. മനുഷ്യജന്മം എപ്പോന്ന് വെച്ചാൽ അപ്പോൾ കൊട്ട വയ്ക്കും. ഇന്നത്തെ കാലത്ത് എത്രയാ ക്യാൻസർ, എത്രയാ ഹാർട്ട് അറ്റാക്ക്, എത്രയാ ഉറങ്ങുമ്പോൾ പോയി എന്നൊക്കെയാണ് പറയണത്. ആസ്പത്രിയിൽ പോകുമ്പോൾ പകുതി വഴിയിൽ പോയി. എത്ര ദിവസം ആരിയ്ക്കുമെന്ന് പറയാൻ പറ്റില്ല. ഞാൻ തന്നെ ഇവിടുന്ന് എണീക്കുമോ എന്ന് എനിക്കറിയില്ല. എണീറ്റാൽ എണീറ്റു എന്ന് പറയാം, നിങ്ങളെയൊക്കെ ഒന്ന് കാണാം. അല്ലെങ്കിലോ ഭൂമാനന്ദസ്വാമി നിൽക്കുമെന്ന് പറയാൻ വയ്യ, എപ്പോഴാ പോവാന്ന്. നഹി പ്രമാണം ജന്തൂനാം ഉത്തരക്ഷണ ജീവനെ. അടുത്ത ക്ഷണം നമ്മൾ ജീവിക്കുമോ എന്നുള്ളതിന് പറയാൻ പറ്റില്ല, ഒരു പ്രമാണവുമില്ല. ദുർലഭം മാനുഷം ജന്മ തദപ്യധ്രുവമർത്ഥതം. അപ്പോൾ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ കൗമാര ആചരേത് പ്രാജ്ഞോ, ബുദ്ധിയുള്ളവൻ ചെറുപ്പം മുതൽക്ക് തന്നെ തുടങ്ങണം ഈ അനുഷ്ഠാനം. നാമങ്ങളിങ്ങനെ ചൊല്ലിപ്പഠിക്കൂ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ. നാവില്ലേ കരുവാൻ്റെ ഓലയിൽ ആ ഇതല്ലല്ലോ, നമ്മുടെ ലങ്സാണ്. ശബ്ദനാളത്തിലൂടെ ശബ്ദം പുറത്തു വരും. അങ്ങോട്ട് ജപിച്ചൂടെ നമുക്ക്? അങ്ങനെ പഠിക്കണം എന്ന് പറയുക. ഇതൊക്കെ കഴിഞ്ഞ് ഒരു ഭാഗത്ത് ഷണ്ടാമർക്കന്മാരുടെയും അച്ഛൻ്റെയും ക്രൂരത, താടനം, പീഡനം, അതിൻ്റെ ഇടയിലും ആ കുട്ടി പറഞ്ഞു കൊടുക്കുകയാണ്. കുട്ടികളെ വിളിച്ചിരുത്തും. നോക്കൂ, നമ്മുടെ ആചാര്യന്മാർ അവർ മൂത്രശങ്കയ്ക്കൊക്കെ പുറത്തു പോയിരിക്കുന്ന സമയത്ത് കുട്ടികളെ വിളിച്ചിരുത്തി പറയുകയാണ്, നോക്കൂ നിങ്ങൾ. വേണ്ടത് പഠിപ്പിക്കണില്ല നമ്മുടെ ആചാര്യന്മാർ, മാസ്റ്റർമാർ. വേണ്ടാത്തതാണ് പഠിപ്പിക്കണേ. ധർമാർത്ഥ കാമമോക്ഷങ്ങളിലെ അർത്ഥവും കാമവും പഠിപ്പിക്കുന്നു. ധർമ്മവും വിട്ടു, മോക്ഷവും വിട്ടു, മോക്ഷത്തിന് കാരണമായ ഭക്തിയും വിട്ടു. ഇത് ശരിയല്ല, നിങ്ങളിവിടെ വന്നിരിക്കൂ, ഞാൻ പറഞ്ഞു തരാം. കേൾക്കണോ? സർവ്വ കുട്ടികളും വന്നിരുന്നു. നിങ്ങളിങ്ങനെ ഇരിക്കില്ല, നത്തുപോലെയാണ് നോക്കണത് പ്രഹ്ലാദൻ്റെ മുമ്പിൽ. നിശമ്യ കർമാണി ഗുണാനതുല്യാൻ വീര്യാണി ലീലാതനുഭികൃതാനി യദാതിഹർഷോത്പുളകാശ്രുഗദ്ഗദം പ്രോത്കണ്ഠ ഉദ്ഗായതി രൗതി നൃത്യതി. ആ പുസ്തകത്തിൻ്റെ ആ ഭാഗമൊന്ന് എനിക്കിങ്ങോട്ട് തരൂ. നിശമ്യ കർമാണി ഗുണാനതുല്യാൻ വീര്യാണി ലീലാതനുഭികൃതാനി യദാതിഹർഷോത്പുളകാശ്രുഗദ്ഗദം പ്രോത്കണ്ഠ ഉദ്ഗായതി രൗതി നൃത്യതി. ആ ചെറിയ കുട്ടി, 7 വയസ്സായ കുട്ടി സഹപാഠികളോട് പറയാണ്, നിശമ്യ കർമാണി ഗുണാനതുല്യാൻ വീര്യാണി ലീലാതനുഭികൃതാനി യദാതിഹർഷോത്പുളകാശ്രുഗദ്ഗദം പ്രോത്കണ്ഠ ഉദ്ഗായതി രൗതി നൃത്യതി. നിശമ്യ കർമാണി ഗുണാൻ അതുല്യാൻ വീര്യാണി ലീലാതനുഭികൃതാനി. ഇതൊക്കെ നിങ്ങൾ വായിക്കണപ്പാ. എത്ര മധുരമായിട്ടുള്ള വാക്കുകളാണെന്നറിയോ? നിശമ്യ കർമാണി ഗുണാനതുല്യാൻ വീര്യാണി ലീലാതനുഭികൃതാനി യദാതിഹർഷോത്പുളകാശ്രുഗദ്ഗദം പ്രോത്കണ്ഠ ഉദ്ഗായതി രൗതി നൃത്യതി. നമ്മുടെ ഭാഗവതത്തിലും മറ്റു പുരാണങ്ങളിലുമെല്ലാം ഈശ്വര വർണ്ണനകൾ പലതുമുണ്ട്. ഈശ്വരൻ എല്ലാവർക്കും നന്മ ചെയ്യാൻ വേണ്ടി, ആപത്തുകളെല്ലാം ഒഴിവാക്കാൻ വേണ്ടി അവതാര രൂപത്തിൽ അവതരിപ്പിച്ച പല കാര്യങ്ങളും ഉണ്ട്. ആ അവതാരങ്ങളിലൊക്കെ ചെയ്തിട്ടുള്ളത് പല വിധത്തിലുള്ള മഹത് കർമ്മങ്ങളാണ്. സാധാരണ നമ്മൾ കാണാത്തതും കേൾക്കാത്തതും പൂർവകഥകളില്ലാത്തതുമായ അഭൂതപൂർവമായ കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. ആ ചെയ്തതൊക്കെ നിശമ്യ, കേട്ട്, കർമാണി, ആ കർമ്മങ്ങൾ, ഗുണാനതുല്യാൻ, അതുല്യമായിരിക്കുന്ന ഗുണങ്ങൾ, വീര്യാണി, വീര്യപരാക്രമങ്ങൾ, ലീലാതനുഭികൃതാനി,
ലീലയ്ക്ക് വേണ്ടി എടുത്ത ഓരോ ശരീരമുണ്ട്. ഇപ്പോൾ കൃഷ്ണലീല എന്നൊക്കെ പറയണത് എന്താ? ചെറുപ്പകാലത്ത് ഇത്രയൊക്കെ ലീലയുടെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കൃഷ്ണൻ്റെ ജന്മം. യഥാതിഹർഷോത്പുളകാശ്രുഗദ്ഗതം പ്രോത്കണ്ഠ ഉദ്ഗായതി രൗതി നൃത്യതി. ഇതിങ്ങനെ കേൾക്കാൻ തുടങ്ങുമ്പോൾ യഥാ അതിഹർഷ, സാധാരണ നിങ്ങൾക്ക് ചില സന്തോഷങ്ങളും ഹർഷങ്ങളും ഒക്കെ ഉണ്ടാവും. ഇതല്ല. സാധാരണ സന്തോഷങ്ങളൊക്കെ വരുന്നത് ബാഹ്യ സമ്പർക്കത്തിൽ നിന്നാണ്, ഭൗതിക സമ്പർക്കത്തിൽ നിന്നാണ്. ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വസ്തുക്കളും കൂടിയിട്ടുള്ള സമ്പർക്കം. ഒരു പൂന്തോട്ടം കണ്ടു, ആരെങ്കിലും വന്നു നല്ല വാക്ക് പറഞ്ഞു, ചില നല്ല സാധനങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വന്നു വിദേശ യാത്ര കഴിഞ്ഞ് വരുമ്പോൾ, അതൊക്കെ കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവും. അതൊക്കെ ഐന്ദ്രിയ സന്തോഷമാണ്. ഈ സന്തോഷം വരുന്നത് വേറെ ഒരു തരത്തിലാണ്. യഥാതിഹർഷോ പുളകാശ്രുഗദ്ഗതം, ശരീരം മുഴുവനും രോമാഞ്ചമായി. ഗദ്ഗതം, ഗദ്ഗതം വന്നു തൊണ്ടയ്ക്ക്. പ്രോത്കണ്ഠ ഉദ്ഗായതി രൗതി നൃത്യതി. പ്രോത്കണ്ഠ, ആ കണ്ഠം നിറച്ച് മുക്തകണ്ഠമായി. ഉദ്ഗായതി, പാടുന്നു. രൗതി നൃത്യതി, ചിലപ്പോൾ കരച്ചിലും കണ്ണീരുമായി. രൗതി നൃത്യതി യഥാഗ്രഹഗ്രസ്ത ഇവ ക്വചിത് ഹസത്യാക്രന്ദതേ ധ്യായതി വന്ദതേ ജനം. ആ ഭാഗം എടുക്കാൻ നിങ്ങൾക്ക് ഇത്ര വിഷമോ? കഷ്ടം. എവിടെയാ? യഥാഗ്രഹഗ്രസ്ത ഇവ ക്വചിത് ഹസത്യാക്രന്ദതേ ധ്യായതി വന്ദതേ ജനം. മുഹുശ്വസൻ വക്തി ഹരേ ജഗത്പദേ നാരായണേത്യാത്മമതിർഗതത്രപഃ. ഈ കേട്ട് ആ ഭക്തി ഒരു പ്രയോഗരൂപത്തിൽ നമ്മളിൽ പ്രവേശിക്കുന്നു. ആ പ്രവേശിച്ചതിന് ശേഷം ഗദ്ഗതമായി, രോമാഞ്ചമായി. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ മനസ്സങ്ങോട്ട് ദ്രവിച്ചു, ബുദ്ധി അങ്ങോട്ട് അലിഞ്ഞു. സാധാരണ ഈ ലൗകികം ഭൗതികമായിരിക്കുന്ന വ്യക്തിത്വം തന്നെ കുറച്ച് നേരത്തേക്ക് അസ്തമിച്ചതിന് ശേഷം എന്ത് സംഭവിക്കണു? മുഹുശ്വസൻ വക്തി, ദീർഘശ്വാസം എടുത്തുകൊണ്ട് പറയാണ് വക്തി ഹരേ ജഗത്പദേ നാരായണ. ഒന്ന് പറയും, ഹരേ ജഗത്പദേ നാരായണ. ഹരേ ജഗത്പദേ നാരായണ. ഹരേ ജഗത്പദേ നാരായണ. ഇത് ആത്മമതിർഗതത്രപഃ. ഒരു വിധത്തിലുള്ള ലജ്ജയോ ഭയമോമില്ലാതെ ആത്മമതിയായിട്ടാണ് പറയുന്നത്. അതുവരെ പറയണതും കേൾക്കുന്നതും ഒക്കെ കുറേയൊക്കെ ഇന്ദ്രിയ തലത്തിലാണെന്ന് തോന്നുന്നു. ഇപ്പം അങ്ങനെയല്ല. മനസ്സ് ലോകത്തിൽ നിന്ന്, ലോകസംഘത്തിൽ നിന്ന് തന്നെ വിട്ടു, ഉള്ളിലേക്ക് പതിഞ്ഞിറങ്ങി ആ ആത്മസ്പർശം ഏറ്റു അതിന്. എന്നിട്ട് പറയണതാണ് മുഹുശ്വസൻ ഭക്തി ഹരേ ജഗത്പദേ നാരായണേത്യാത്മമതിർഗതത്രപഃ. അപ്പം എന്തു സംഭവിക്കണു? പ്രഹ്ലാദൻ്റെ ഭാഷയാണത്. തദാ പുമാൻ മുക്ത സമസ്തബന്ധന തദ്ഭാവഭാവാനുകൃതാശയാകൃതി. തദാ പുമാൻ മുക്ത സമസ്തബന്ധന തദ്ഭാവഭാവാനുകൃതാശയാകൃതി. നിർദഗ്ധബീജാനുശയോ മഹീയസാ ഭക്തിപ്രയോഗേണ സമേത്യധോക്ഷജം. കേൾക്കുന്നുണ്ടോ കൂട്ടരെ നിങ്ങൾ? എന്താ സ്ഥിതി? തഥാ, അപ്പോൾ മുക്തസമസ്തബന്ധന. മോക്ഷം എന്താന്ന് പിന്നെ നിങ്ങൾ ചോദിക്കില്ല. മുക്തസമസ്തബന്ധന, നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ മനസ്സിലും ബുദ്ധിയിലും ഉണ്ടക്കരി പോലെ പിടിച്ചിരിക്കുന്ന ആ അഴുക്കുകളും മാലിന്യങ്ങളും സംശയങ്ങളും വിഷമങ്ങളും ഈഷലും പോഷലും ആശയും ദോഷയും സർവ്വതും അങ്ങോട്ട് പോകും, എല്ലാം പോകും. മുക്തസമസ്തബന്ധന തദ്ഭാവഭാവാനുകൃതാശയാകൃതി. ആ സമയത്താണ് നമുക്ക് സ്വന്തമായി ഈശ്വരീയമായ ഭാവനകൾ നമ്മുടെ മനസ്സിലും ബുദ്ധിയിലുമെല്ലാം ഉദിക്കുന്നത്. ഈ പറയുന്നത് വെറും പറച്ചലല്ല, ഇത് വാക്ക് മാത്രമല്ല. പറയുന്നത് ചെറിയൊരു അംശം
വാക്കുകളിൽ വെറുതെ ചെറുതേ ഉള്ളൂ. ഇതിൻ്റെ പിന്നിൽ കിടക്കുന്ന ആകാശത്തെപ്പോലും അതിശയിക്കുന്നതാണ് ചിദാകാശത്തിൻ്റെ പ്രഭാവം, അതിൻ്റെ മാസ്മരികത, അതിൻ്റെ മഹത്വം, അതിൻ്റെ മേന്മ, അതിൻ്റെ ഔന്നത്യം, അതിൻ്റെ ഉദാത്തത, അതിൻ്റെ ആ ആഹ്ലാദകരത്വം, അതിൻ്റെ ആനന്ദ വിപ്ലവം. എന്താ ഈ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കൂ. നിർദഗ്ധ ബീജാനുശയോ മഹീയസാ മുഹുശ്വസൻ വക്തിഹരേ ജഗത്പദേ നാരായണേത്യാത്മമതിർഗതത്രപഃ തദാ പുമാൻ മുക്തസമസ്തബന്ധനഃ തദ്ഭാവ ഭാവാനുകൃതാശയാ കൃതിഃ നിർദഗ്ധ ബീജാനുശയോ. ആ വാക്കൊക്കെ ശ്രദ്ധിക്കേണ്ടതാ. നിർദഗ്ധ ബീജാനുശയോ. നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ബീജരൂപത്തിൽ വിത്ത് പോലെ കിടക്കുന്ന വാസനകളൊക്കെ ഉണ്ട്. ആ വാസനകൾ മുഴുവൻ നിർദഗ്ധ, ദഹിച്ചങ്ങോട്ട് പോവും. വറുത്ത വിത്ത് പിന്നെ കുത്തിയിട്ടാൽ മുളയ്ക്കില്ല. ഈ ഭക്തി എന്ന് പറയുന്ന അഗ്നിയിൽ വറുത്തെടുത്ത വാസനകളുണ്ടല്ലോ, ആ വാസനകൾ പിന്നെ മുളയ്ക്കില്ല, പിന്നെ പ്രവർത്തിക്കില്ല. നിർദഗ്ധ ബീജാനുശയോ മഹീയസാ ഭക്തി പ്രയോഗേണ. ഇങ്ങനെ വരുന്നതാണ് അതിബലവത്തായിരിക്കുന്ന ഭക്തിപ്രയോഗം. മഹീയസ, അതിമഹത്തായ ഭക്തിപ്രയോഗേണ. ഈ ഡ്രില്ലിംഗ് മെഷീൻ കൊണ്ടങ്ങോട്ട് ഓപ്പറേറ്റ് ചെയ്താൽ ഇരുമ്പ് പോലും ഇങ്ങനെ എന്ന് വരില്ലേ, അതേമാതിരി നമ്മുടെ ഉള്ളിൽ നിന്ന് എല്ലാം അങ്ങോട്ട് പോരും. അതാണ് പ്രയോഗം എന്നുള്ള വാക്കിനർത്ഥം. മഹീയസാ ഭക്തി പ്രയോഗേണ സമേത്യ അധോക്ഷജം. അപ്പോഴാണ് നമ്മൾ അധോക്ഷജനെ പ്രാപിക്കുന്നത്. അധോക്ഷജൻ എന്ന് പറയുന്ന ആൾ പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. എന്താ ഈ അധോക്ഷജൻ? ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണാൻ പറ്റാത്തത്, ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ടുള്ളത്, പുറമേ ഉള്ളത് മുഴുവനും ഇന്ദ്രിയത്തിൻ്റെ ഉള്ളിലുള്ളതാണ്. ആ ഉള്ളിലുള്ള ഇന്ദ്രിയങ്ങളുടെ കീഴിലാണ് പുറമേ ഉള്ളത് മുഴുവൻ, അധീനമാണ്. ശരീരത്തിൻ്റെ ഉള്ളിലുള്ളത് മാത്രമേ ഇന്ദ്രിയാതീതമായിട്ടുള്ളൂ. അവിടെയാണ് ഭഗവത്തന്മ, അവിടെയാണ് പരമാത്മാ, അവിടെയാണ് ആഹ്ലാദം, അവിടെയാണ് സന്തോഷം, അവിടെയാണ് സൗഭാഗ്യം. അവിടുന്ന് അങ്ങോട്ട് പുറപ്പെട്ട് സമേത്യധോക്ഷജം, കണ്ണിന് കാണാൻ പറ്റാത്ത ആ പരമാത്മാവായ പരമേശ്വരനെ നമുക്ക് നല്ല പോലെ സിദ്ധിക്കണു. അധോക്ഷജാലംഭമിഹാശുഭാത്മനഃ തതഃ ശരീരിനഃ സംസൃതി ചക്രശാതനം. അധോക്ഷജാലംഭമിഹാശുഭാത്മനഃ ശരീരിനഃ സംസൃതി ചക്രശാതനം തദ്ബ്രഹ്മ നിർവാണസുഖം വിദുർബുധാഃ തതോ ഭജധ്വം ഹൃദയേ ഹൃദീശ്വരം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? എനിക്ക് സംശയം തോന്നുക. നോക്കൂ, അധോക്ഷജാലംഭമിഹാശുഭാത്മനഃ. ഈ അധോക്ഷജനായിരിക്കുന്ന ഈശ്വരനുണ്ടല്ലോ, ആ ഈശ്വരൻ്റെ ആലംബം, ആലിംഗനം, ഈശ്വരൻ്റെ ഒരു ആലിംഗനമാണ് ആ സമയത്ത്. ഈ ജപത്തിലൂടെ തുടങ്ങി ഗദ്ഗതം വന്ന് ഹർഷാരവം വന്ന് മനസ്സിലുള്ള ആശയങ്ങളെല്ലാം കത്തിദഹിച്ചു പോയി ഈശ്വരഭാവവും സ്മരണയുമെല്ലാം താതാത്മ്യത്തോടു കൂടി ഉള്ളിൽ ഉജ്ജ്വലമായി ജാജ്വല്യമാനമാവുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. ആ കിട്ടുന്നത് അധോക്ഷജാലംഭമിഹാശുഭാത്മനഃ. എത്ര അശുഭാത്മാവായാലും കൊള്ളാം. അധോക്ഷജാലംഭമിഹാശുഭാത്മനഃ ശരീരിണഃ സംസൃതി ചക്രശാതനം. ഏറ്റവും വലിയ മഹാപാപി ആയിക്കോട്ടെ, ആ മഹാപാപിയുടെ സംസാര ബന്ധം മുഴുവനും അതങ്ങോട്ട് ദഹിപ്പിച്ച് കളയും. സംസൃതി ചക്രനാശാദൻ. ആ സംസാരം എന്ന് പറയുന്ന ചക്രമുണ്ടല്ലോ, ആ ചക്രം കംപ്ലീറ്റായിട്ട് മുഴുവനായി മുറിച്ചങ്ങോട്ട് കളയും. തദ് ബ്രഹ്മ, അതിനെയാണ് ബ്രഹ്മം എന്ന് പറയുന്നത്. നിർവാണസുഖം, അതാണ് നിർവാണസുഖം. വിദുർബുധാഃ, അറിവുള്ളവർ പറയുന്നത് അതാണ്. എന്താ ബ്രഹ്മം ചോദിച്ചാൽ പ്രഹ്ലാദൻ പറയണു, ഈ ഭക്തി കൊണ്ട് കിട്ടുന്നതാണ് ഈ ബ്രഹ്മം എന്ന് പറയുന്ന ആ വിജ്ഞാനം, ആ ഉണർവ്, ആ ഉപലബ്ധി. തതോ ഭജധ്വം ഹൃദയേ ഹൃദീശ്വരം. അതുകൊണ്ട് എൻ്റെ പൊന്നു സഹപാഠികളെ, നിങ്ങൾ എന്തു വേണമെന്നറിയാമോ? ഭജധ്വം, ഭജിക്കൂ. എവിടെ? ഹൃദയത്തിൽ. ആരെ? ഹൃദയേശ്വരനെ. കേൾക്കണുണ്ടോപ്പാ? ഇല്ല. നിങ്ങൾ ആരെ ഭജിക്കണം? എവിടെ ഭജിക്കണം?
ഹൃദയത്തിൽ ഭജിക്കണം. ഹൃദയത്തിൽ, പുറത്തല്ല, ഹൃദയത്തിൽ. ഹൃദയത്തിൻ്റെ ഈശ്വരനെ ഭജിക്കണം. തതോ ഭജധ്വം ഹൃദയേ ഹൃദീശ്വരം. ഇങ്ങനെ ഹൃദയത്തിൽ ഹൃദയേശ്വരനെ ഭജിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രഹ്ലാദൻ മറുപടി പറയണു. കോതി പ്രയാസോ അസുരബാലകാഹരേ ഉപാസനേ സ്വേ ഹൃദി ഛിദ്രവത്സദഃ സ്വസ്യ ആത്മനഃ സഖ്യുഃ അശേഷദേഹിനാം സാമാന്യതഃ കിം വിഷയോപപാദനൈഃ. ശ്രീമദ് ഭാഗവതത്തിൽ 7-ാം സ്കന്ധത്തിലാണ് ഈ പ്രഹ്ലാദൻ്റെ കഥ. ആ ഭാഗവതത്തിൻ്റെ കരളും കാതലും കഴുമ്പും എല്ലാം ഈ 7-ാം സ്കന്ധത്തിലാണ്, നടുക്കിലുള്ളതിലാണ്. അതിൽ ആ 7 വയസ്സായ ഒരു കുട്ടിയുടെ മുഖത്തിലൂടെയും ജീവിത ശൈലിയിലൂടെയും ചരിത്രത്തിലൂടെയുമാണ് അത് അവതരിപ്പിച്ച് തന്നിരിക്കുന്നത്. നോക്കൂ ആ കുട്ടി പറയുന്നത്. കോതി പ്രയാസോ അസുരബാലക ഹരേഹ ഉപാസനേ. അല്ലേ അസുരബാലകന്മാരെ, നിങ്ങളൊക്കെയോ? നിങ്ങൾ അസുര സന്താനങ്ങളോ അതോ മനുഷ്യ സന്താനങ്ങളോ? അസുര സന്താനങ്ങൾക്ക് പോലും ഇത് വളരെ എളുപ്പമാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് വേണം? എളുപ്പം സ്ക്വയർഡ്, എളുപ്പം ക്യൂബ്ഡ്, എളുപ്പം ടു ദ പവർ ഓഫ് ഇൻഫിനിറ്റി. അതാണ് നമ്മളുടെ സ്ഥിതി. അസുരബാലകാഹരേ ഉപാസനേ. ഹരിയെ ഉപാസിക്കുന്നതിൽ എന്താണ് നിങ്ങൾക്ക് വിഷമം? സ്വേ ഹൃദി, അവനവൻ്റെ ഹൃദയത്തിലുണ്ട്. അന്വേഷിച്ച് നടക്കണ്ട. ഒരു സാളിഗ്രാമം വേണ്ട, ശിവലിംഗം വേണ്ട, ചതുർഭുജധാരിയായിട്ടുള്ള ബിംബം വേണ്ട, പാർത്ഥസാരഥി വേണ്ട, ഒന്നും വേണ്ട. സ്വേ ഹൃദി ഛിദ്രവത്സദഃ, ആകാശം പോലെ വ്യാപിച്ചിരിക്കുന്നതാണ്. സ്വസ്യാത്മനഃ, തൻ്റെ ആത്മാവാണ്. അതിനെയാണ് ഞാൻ എന്ന വാക്കുകൊണ്ട് നിങ്ങൾ പറയുന്നത്. ഞാൻ എന്ന വാക്കുകൊണ്ട് പറയുന്നത് അതിനെയാണ്. സ്വസ്യാത്മനഃ സഖ്യുഃ അശേഷദേഹിനാം. ആർക്കാർക്കെല്ലാം ഇവിടെ ദേഹമുണ്ടോ ആ ദേഹികൾക്ക് മുഴുവനും സഖാവാണ്. സാമാന്യതഃ കിം വിഷയോപപാദനൈഃ. ഈ ഹരിയുടെ ഉപാസനയെ അങ്ങോട്ട് വിട്ട് ഹൃദയേശ്വരനെ വിട്ടാൽ പിന്നെ ഇവിടെ ഉള്ളത് എന്താ? കാക്കയും പൂച്ചയും പട്ടിയും ചെമ്പോത്തും തിന്നുന്ന സാധനങ്ങളാണ് അവിടെ പിന്നെ ബാക്കി. ഈ പുറമേയുള്ള സാധനങ്ങളല്ലേ നമുക്ക് തിന്നാനുള്ളത്. ഇത് എത്ര ജന്മങ്ങളിൽ തിന്നു അപ്പ, ചർവിത ചർവണം. ഇന്നലെയും ഉണ്ടു, മിനിഞ്ഞാന്നും ഉണ്ടു, 4-ാം നാളും ഉണ്ടു. ഇതന്നെയല്ലേ ചെയ്യുന്നത്. കിടന്നയിടത്ത് കിടന്ന്, ഉണ്ടയിടത്തുണ്ട്, വീർപ്പിച്ച വയറ് പിന്നെയും വീർത്ത്. സാമാന്യതഃ കിം വിഷയോപപാദനൈഃ. ഈ വിഷയോപപാദനം കൊണ്ട് നമുക്ക് എന്താണ് മെച്ചം? രായഃകളത്രം പശവസ്സുതാദയോ ഗൃഹാമഹീ കുഞ്ചരകോശഭൂതയഃ സർവേ അർത്ഥകാമാഃ ക്ഷണഭംഗുരായുഷഃ കുർവന്തി മർത്യസ്യ കിയത് പ്രിയം ചലാഃ. ഔ, ഇത് വായിച്ച് തന്നെ മനസ്സിലാക്കണപ്പാ. രായഃകളത്രം പശവസ്സുതാദയോ ഗൃഹാമഹീ കുഞ്ചരകോശഭൂതയഃ. നമുക്ക് സാധാരണയുള്ള നേട്ടങ്ങളെ പറ്റി പറയാം. ധാരാളം ഭൂമി, ഭാര്യ, പശുക്കൾ, മക്കൾ, വീടുകൾ, വിസ്തൃതമായിരിക്കുന്ന ഭൂപ്രദേശം, കെട്ടിടം, ആന, കുതിര, ഒട്ടകം. സർവേ അർത്ഥകാമാഃ. ഇതെല്ലാം അർത്ഥകാമങ്ങളിൽപ്പെട്ടതാണ്. ധർമ്മത്തിലോ മോക്ഷത്തിലോ ഭക്തിയിലോ പെട്ടതല്ല. ക്ഷണഭംഗുരായുഷഃ. ഇതൊക്കെ ക്ഷണികമാണ്, നശ്വരമാണ്. ആയുഷഃ കുർവന്തി മർത്യസ്യ കിയത് പ്രിയം ചലാഃ. നശ്വരമായ ശരീരത്തോടു കൂടിയ മനുഷ്യന് ഇതെന്ത് പ്രയോജനമാണിത് ചെയ്യുക? ഒന്നും തന്നെ ചെയ്യില്ല. നമ്മുടെ ശരീരം നശ്വരം, നാവ് നശ്വരം. അതുകൊണ്ട് അനുഭവിക്കുന്ന നേട്ടങ്ങൾ മുഴുവനോ നശ്വരത്തിനെ പെരുകി വർദ്ധിപ്പിക്കുകയല്ലാതെ ഒരു നേട്ടവും ഉണ്ടാവില്ല. നശ്വര മനുഷ്യന് നശ്വര വസ്തുക്കളോടുകൂടി സമ്പർക്കം നടത്തുമ്പോൾ നശ്വരത വർദ്ധിച്ചു വർദ്ധിച്ചു വരികയല്ലാതെ ഒരു നേട്ടവും ഉണ്ടാവില്ല. ഏവം ഹി ലോകാകൃതുഭികൃതാ അമി ക്ഷയിഷ്ണവഃ സാതിശയാന നിർമ്മലാഃ തസ്മാത് അദൃഷ്ടശ്രുതദൂഷണം പരം ഭക്ത്യൈകയേശം ഭജതാത്മലബ്ധയേ. അതുകൊണ്ട് നിങ്ങൾ എന്തു വേണം? എൻ്റെ പൊന്നു സഹപാഠികളെ, ഒന്ന് കേൾക്കൂ അപ്പാ, ഒന്ന് കേൾക്കൂ. നിങ്ങൾ മനസ്സിൽ ധരിക്കൂ, ബുദ്ധിയിൽ നിന്ന് വിട്ടുകളയരുത്. ഇതാണ് ഈ പാഠശാലയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ നേട്ടം. ഇത് നല്ല പോലെ മനസ്സിലാക്കണം. ഏവം ഹി
ലോകാഹ ക്രതുഭികൃതാ അമി. ഈ ലോകത്തിലുള്ള വസ്തുക്കൾ മാത്രമല്ല, യജ്ഞങ്ങളും യാഗങ്ങളും ചെയ്ത് നമുക്ക് കിട്ടാൻ പോകുന്ന പരലോക നേട്ടങ്ങളും ക്ഷയിഷ്ണവഹ, അതും ക്ഷയിക്കുന്നതാണ്. സാതിശയ, അതിനെ വിട്ട് വേറെ മേലെ ഒന്ന് എന്നുള്ളൊരു കമ്പയറബിലിറ്റി അതിനുണ്ട്. നേരെ മറിച്ചോ ശ്രീഹരി ശ്രീഹരി ഹൃദയേശ്വരൻ, ഹൃദയകമലവാസി, ഉൾ സാന്നിധ്യം, പരമ കല്യാണനിധിയായ ഹരി, അന്തരാത്മാ എന്ന് പറയുന്നതോ അദൃഷ്ടശ്രുതദൂഷണം പരം. അതിൽ മാത്രം ഒരു തരത്തിലുള്ള കറപ്ഷനോ അഴിമതിയോ ദോഷമോ വഞ്ചനയോ ചതിയോ കുറവോ കറയോ ഇല്ല. ബാക്കി എല്ലാറ്റിലുമുണ്ട് കോട്ടവും കുറവും. അദൃഷ്ടശ്രുതദൂഷണം പരം ഭക്തിയേകയേശം ഭജത ആത്മലബ്ധയേ. ആ ഹരിയെ നിങ്ങൾ ഭജിക്കൂ എൻ്റെ പൊന്നു കൂട്ടരെ. ആത്മലബ്ധയേ, ആത്മലബ്ധിക്ക് വേണ്ടി ഭജിക്കാനാ പറയണേ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കേൾക്കുന്നുണ്ടോ നിങ്ങൾ? കാത് കടം മേടിച്ച് കേൾക്കിനപ്പാ. ആത്മലബ്ധിക്ക് വേണ്ടി വേണം ഭജിക്കാൻ. അവിടെ ചെന്നിട്ട് പറയരുത് ഉദ്യോഗം, കല്യാണം, കുട്ടി, അടുത്ത വീട്. മിണ്ടരുത്, മിണ്ടരുത്. ഭഗവാനെക്കുറിച്ച് മനസ്സിലാക്കൂ, ചിന്തിക്കൂ, ഭാവന ചെയ്യൂ. എന്നിട്ട് നിങ്ങളുടെ പട്ടിക നിരത്തി വയ്ക്കൂ. ആരോടാ ഈ ചോദിക്കുന്നത്? സർവജ്ഞനോട്. ആരോടാ ഈ ചോദിക്കുന്നത്? തൻ്റെ സ്വന്തം ഹൃദയത്തിൽ അനങ്ങാതെ എപ്പോഴും അധിവസിക്കുന്ന ദൈവത്തോട്. ആ ദൈവത്തിന് ബുദ്ധി ഉപദേശിക്കണമോ അതോ നമ്മുടെ ബുദ്ധി മുഴുവൻ അദ്ദേഹം പ്രേരിപ്പിച്ചു തരുന്നതോ? ഒന്ന് പറയണപ്പാ. ആ ദൈവത്തിന് ബുദ്ധി ഉപദേശിക്കുക നിങ്ങൾ വേണ്ടത്. മിണ്ടരുത്, മിണ്ടരുത്. നാലം ദ്വിജത്വം ദേവത്വം ഋഷിത്വം വാസുരാത്മജാഃ പ്രീണനായ മുകുന്ദസ്യ ന വൃത്തം ന ബഹുജ്ഞതാ ന ദാനം ന തപോനേജ്യ ന ശൗചം ന വ്രതാനി ച പ്രീയതേ അമലയാ ഭക്തിയാ ഹരിഹി അന്യദ്വിഡംബനം. നിങ്ങൾ എന്നോട് പറയരുത് കൂട്ടരെ, നമ്മളൊക്കെ അസുര സന്താനങ്ങളാണ്, അതുകൊണ്ട് ഇത്ര വലിയ ചവിട്ടുപടി നമുക്ക് കയറാൻ പറ്റുമോ? ഇതൊക്കെ ദ്വിജശ്രേഷ്ഠന്മാർക്കൊക്കെ വിധിച്ചിട്ടുള്ളതല്ലേ, നമുക്കല്ലേ എന്നൊന്നും നിങ്ങൾ പറയരുത്. ഹരിഭജനത്തിന് നാലം ദ്വിജത്വം ദേവത്വം. നിങ്ങൾ കേൾക്കണുണ്ടോ? അത് കേട്ടാൽ മാത്രം പോരാ, അത് ധരിക്കണം. അതിനാൽ നയിക്കപ്പെടണം നിങ്ങളുടെ ബുദ്ധി. നാലം ദ്വിജത്വം, മിണ്ടരുത് ദ്വിജത്വത്തിനെ പറ്റി. ദേവത്വം, ദേവന്മാരായി തീരണം എന്നും പറയരുത്. ഋഷിത്വം, ഋഷികളാവണം എന്നില്ല. വാ അസുരാത്മജാഃ പ്രീണനായ മുകുന്ദസ്യ, മോക്ഷദാതാവായ മുകുന്ദനുണ്ടല്ലോ, ആ മുകുന്ദനെ പ്രീണിപ്പിക്കാൻ സന്തോഷിപ്പിക്കാൻ വേണ്ടി ന വൃത്തം ന ബഹുജ്ഞത, ഇന്ന തൊഴിൽ വേണം, ഇത്ര പഠിപ്പ് വേണം, വേദാധ്യയനം നടത്തണം, അങ്ങനെ ഒന്നുമില്ല. ഇന്ന സ്ഥലത്ത് ജനിക്കണം, ഇന്ന വൃത്തി അനുഷ്ഠിക്കണം, ഇല്ല ഇല്ല. ന ദാനം ന തപോനേജ്യ ന ശൗചം ന വ്രതാനിജ. ദാനം അത് വേണമെന്നില്ല, തപസ് വേണമെന്നില്ല, നെയ്യ് കൊണ്ട് ഹോമം കഴിക്കണം എന്നില്ല, ശൗചം വ്രതം ഇതൊന്നും തന്നെ ഇല്ല. പ്രീയതേ അമലയാ ഭക്തിയ ഹരിഹി അന്യദ്വിഡംബനം. ഹരി അമലയാ ഭക്തിയ പ്രീയതേ. ശ്രീഹരി സന്തോഷിക്കണമെങ്കിൽ ശുദ്ധ നിർമ്മലമായി നിഷ്കളങ്കമായിരിക്കുന്ന ഭക്തി മാത്രമേ വേണ്ടൂ, വേറെ ഒന്നും വേണ്ട. മിണ്ടരുത്. എനിക്ക് യോഗ്യതയുണ്ടോ എന്ന് ചോദിക്കരുത്. എൻ്റെ കയ്യിൽ പൂജയ്ക്കുള്ള വിഭവങ്ങളില്ലല്ലോ എന്ന് വിചാരിക്കരുത്. ഒരു കുറവുമില്ല. നിങ്ങളുടെ മനസ്സും ഹൃദയവും മാത്രമേ വേണ്ടൂ. പൂജിക്കുന്നത് ഹൃദയേശ്വരനെയാണ്, പുറമേയുള്ള ഒരാളെയല്ല. അദ്ദേഹത്തിൻ്റെ അടുക്കലേക്ക് നടന്നു പോകാനുള്ള ദൂരമില്ല, കണ്ണുകൊണ്ട് നോക്കിക്കാണേണ്ട വിഷമം പോലുമില്ല. ഉള്ളിലാണ് അധിവാസം, ഹൃദയത്തിൻ്റെ ഈശ്വരനാണ്. ആ ഈശ്വരനെ ഭജിക്കുന്നത് നിങ്ങളുടെ ജന്മാവകാശമാണ്. അതിന് പ്രത്യേക അധികാരമില്ല, യോഗ്യതയില്ല, പ്രത്യേകമായ നേട്ടങ്ങൾ വേണ്ട, ഒന്നും തന്നെ വേണ്ട. അമലയാ ഭക്തിയ ഹരിഹി അന്യദ്വിഡംബനം. ശുദ്ധ നിർമ്മലമായ ഭക്തി മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളതൊക്കെ കാട്ടിക്കൂട്ടലാണ്. എന്ത്? കാട്ടിക്കൂട്ടലാണ്. കാട്ടിക്കൂട്ടൽ. പറക്കി പൂവ്. നമ്മളിവിടെ നാളെ മേടിക്കാൻ പോകുന്നുണ്ട്, വേണ്ടത്തോളം പൂ വരുന്നുണ്ട് കോയമ്പത്തൂരിൽ നിന്ന്. ഒക്കെ ഒരു കാട്ടിക്കൂട്ടലാണ്.
എന്താ നിങ്ങൾ ഈ പറയണത്? ഹൃദയേശ്വരനെയാണ് നമുക്ക് പൂജിക്കേണ്ടത്. അതിന് മനഃപുഷ്പങ്ങളെടുക്കൂ, ബുദ്ധിപുഷ്പങ്ങളെടുക്കൂ, മനസ്സിലുണ്ടാവുന്ന വിഭവങ്ങളാവട്ടെ ആ പൂജയ്ക്ക്. മനസ്സിൻ്റെ ഈശ്വരനെയാണ് പൂജിക്കുന്നത്. ഏതാവാനേവ ലോകേസ്മിൻ പുംസസ്വാർത്ഥഃ പരസ്മൃതഃ ഏകാന്തഭക്തിർഗോവിന്ദേ യത് സർവത്ര തദീക്ഷണം. ചുരുക്കി അവസാനം പറയുക, എൻ്റെ പൊന്നു കുട്ടികളെ, കൂട്ടരെ, ഞാൻ പറയണു. എന്താ പറയണത്? ഏതാവാനേവ ലോകേസ്മിൻ പുംസഃ സ്വാർത്ഥഃ പരസ്മൃതഃ. മനുഷ്യനായി ജനിച്ചാൽ, അല്ലെങ്കിൽ അസുരനോ ആരോ ആവട്ടെ, ജനിച്ചു കഴിഞ്ഞാൽ ഇതാണ് നമുക്ക് നേടാനുള്ള നേട്ടം, കൈവരിക്കാനുള്ള നേട്ടം ഇതാണ്. ഏതാവാനേവ, ഈ ലോകത്തിൽ, പുംസസ്വാർത്ഥ പരസ്മൃത, ഇതിലേറെ ഒരു സ്വാർത്ഥമില്ല, ഒരു ലാഭമില്ല, ഒരു നേട്ടമില്ല, ഒരു സിദ്ധിയില്ല. എന്താണത്? ഏകാന്തഭക്തിർഗോവിന്ദേ, ഏകാന്തഭക്തിർഗോവിന്ദേ. ഗോവിന്ദനിൽ നമ്മുടെ മനസ്സിൽ ഏകാന്ത ഭക്തി ഉണ്ടാവണം. അതിന് ഒരു തരത്തിലുള്ള വിക്ഷേപവും വരരുത്, ച്യുതി വരരുത്, കളങ്കം വരരുത്, ഇളകരുത്. അനന്യമായിരിക്കുന്ന ഭക്തി. എന്താണ് ആ ഭക്തി എന്ന് ചോദിച്ചാലോ, യത് സർവത്ര തദീക്ഷണം. ആ ഗോവിന്ദനെ എല്ലാ ദിക്കിലും ഒരുപോലെ കാണുക. വേറെ ഒന്നും നിങ്ങൾ ചെയ്യണ്ട. സ്വശരീരത്തിൽ, അന്യശരീരങ്ങളിൽ, പാഞ്ചഭൗതികമായ പ്രപഞ്ചത്തിൽ, പ്രപഞ്ച വസ്തുക്കളിൽ, മനസ്സിൻ്റെ വിചാരത്തിൽ, ഭാവത്തിൽ, ദൃഷ്ടിയിൽ, വീക്ഷണത്തിൽ, ആലോചനയിൽ, സംശയത്തിൽ, ശങ്കയിൽ, സന്ദേഹത്തിൽ, എല്ലാ തത്വവിചാരഗതികളിലും, ഈശ്വരവാദത്തിലും നിരീശ്വരവാദത്തിലും, എല്ലാറ്റിലും ഒരുപോലെ ഈശ്വരനെ കാണുക. യത് സർവത്ര തദീക്ഷണം. ഏതാവാനേവ ലോകേസ്മിൻ പുംസസ്വാർത്ഥ പരസ്മൃതഃ ഏകാന്തഭക്തിർഗോവിന്ദേ യത് സർവത്ര തദീക്ഷണം. ഇതാണ് പ്രഹ്ലാദൻ നമ്മളോട് പറഞ്ഞു തന്നത്. എത്ര വിശേഷപ്പെട്ട ഒരു പ്രസ്താവനയാണെന്ന് ആലോചിക്കൂ. വളരെ കൊല്ലങ്ങൾ മുൻപാണ് ഞാൻ ഈ ഭാഗം ഇവിടെ പറഞ്ഞത്. അന്ന് പറഞ്ഞിട്ട് നമ്മുടെ തൊണ്ട വല്ലാതെ ആയിപ്പോയി. ഇന്നാവില്ല എന്ന് വിചാരിക്കട്ടെ. ശ്രീകൃഷ്ണൻ ഈ ഭഗവത്ഗീതയിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. അതെന്താണെന്നറിയാമോ നിങ്ങൾക്ക്? കൃഷ്ണൻ തന്നെ പറയുകയാണ് ഭക്തിയെ പറ്റിയിട്ട്. 2 ശ്ലോകം പറഞ്ഞ് ഞാൻ നിർത്താം ഇവിടെ. ന പാരമേഷ്ഠ്യം ന മഹേന്ദ്രധിഷ്ണ്യം ന സാർവഭൗമം ന രസാധിപത്യം ന യോഗസിദ്ധീരഭുനർഭവം വാ മയി അർപ്പിതാത്മേച്ഛതി മദ്വിനാന്യത്. കൃഷ്ണൻ തന്നെ പറയുക, എൻ്റെ ഭക്തനുണ്ടല്ലോ, ആ ഭക്തന് എന്നെ വേണ്ട പോലെ ഇഷ്ടപ്പെട്ടു, ഞാൻ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ആ ഭക്തന് ഞാനല്ലാതെ വേറെ ഒന്നും വേണ്ടാന്ന്. ആ വേറെ ഒന്നും എന്നുള്ളതിന് ഉറപ്പിച്ച് പറയാണ്. ന പാരമേഷ്ഠ്യം, ബ്രഹ്മാവിൻ്റെ പദവിയോ ലോകമോ വേണ്ട. ന മഹേന്ദ്രധിഷ്ണ്യം, ഇന്ദ്രപദവിയും ഇന്ദ്രലോകവും വേണ്ട. ന സാർവഭൗമം, ഇഹലോകത്തിൽ ചക്രവർത്തിയുടെ സ്ഥാനം വേണ്ട. ന രസാധിപത്യം, പാതാളത്തിൽ ആധിപത്യം വേണോ, അതും വേണ്ട. ന യോഗസിദ്ധി, യോഗാഭ്യാസങ്ങളും അനുഷ്ഠാനങ്ങളുമായി അഷ്ടസിദ്ധികൾ നേടാമെന്ന് പറയണു, അതും വേണ്ട. അപുനർഭവം വാ, അപുനർഭവം വാ, ഇനി ഒരു ജന്മമില്ലാതെ ഇരിക്കുന്ന ഒരു നില, അതും വേണ്ട. മയി അർപ്പിതാത്മേച്ഛതി മദ്വിനാന്യത്, എന്നിൽ അർപ്പിക്കപ്പെട്ട മനസ്സോടു കൂടിയവനുണ്ടല്ലോ, ആ ആൾക്ക് ഞാനല്ലാതെ വേറെ ഒന്നും വേണ്ടാന്ന്. എൻ്റെ പൊന്നു കൂട്ടരെ, നിങ്ങൾ ഈ ശ്ലോകം 1000 തവണ ചൊല്ലൂ. എന്നിട്ട് എന്തുണ്ടാവണമെന്ന് മനസ്സിലാക്കൂ. ന പാരമേഷ്ഠ്യം ന മഹേന്ദ്രധിഷ്ണ്യം ന സാർവഭൗമം ന രസാധിപത്യം ന യോഗസിദ്ധീ അപുനർഭവം വാ മയ്യർപ്പിതാത്മേച്ഛതി മദ്വിനാന്യത്. നിഷ്കിഞ്ചനാമയി അനുരക്തചേതസഃ ശാന്താമഹാന്തോ അഖിലജീവവത്സലാഃ കാമൈരനാലബ്ധധിയോ ജുഷന്തിയത് തന്നൈരപേക്ഷ്യം ന വിദുസ്സുഖം മമ. കൃഷ്ണൻ തന്നെ പറയാ, ഇങ്ങനെ ഒന്നും വേണ്ട ഒന്നും വേണ്ട എന്ന് തോന്നുമ്പോൾ നിങ്ങൾ ഒന്നിനും കൊള്ളാത്ത ഒരു വസ്തുവാക്കി തീർക്കുകയാണോ? അല്ല. തന്നൈരപേക്ഷ്യം ന വിദുസ്സുഖം മമ,
മനസ്സിന് ഒരു വിധത്തിലുള്ള അപേക്ഷയും ഇല്ലാതെയായി തീരുമ്പോൾ ആ നിരപേക്ഷാവസ്ഥയിൽ നമ്മുടെ ഉള്ളിൽ ഉദിക്കുന്നത്, ആവിർഭവിക്കുന്നത് സ്പ്രിങ് പോലെ, ഫൗണ്ടൻ പോലെ വരുന്ന സുഖമുണ്ടല്ലോ, ആ നൈരപേക്ഷ്യം എന്ന് പറയുന്ന സുഖം, ഇത് സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയ വസ്തുക്കളും തമ്മിലുള്ള സമ്പർക്കം കിട്ടുന്ന സുഖമാണ് ദുഃഖമാണ് നമ്മളുടെ അനുഭവം. ആ സുഖദുഃഖങ്ങളോടുകൂടി തുലനം ചെയ്ത് നോക്കുമ്പോൾ ഇത് അങ്ങേ അറ്റമുള്ളതാണ്. ഇതിന് സമാനമായി ഒന്നുമില്ല, നിസ്തുലമാണത്. തൻ നൈരപേക്ഷ്യം ന വിദുസുഖം മമ. ഈ നൈരപേക്ഷ്യ സുഖം കിട്ടാനായിട്ട് എന്തു വേണം? നിഷ്കിഞ്ചനാമയി അനുരക്തചേതസഃ ശാന്താ മഹാന്തോ അഖില ജീവവത്സലാഃ. നിഷ്കിഞ്ചനന്മാർ, ഒന്നിനോടും തൻ്റെ എന്നൊരു തോന്നലില്ലാത്തവർ, അങ്ങനെ നിഷ്കിഞ്ചനന്മാരായി മൈ അനുരക്തചേതസഃ. അവർക്ക് എന്നിലാണ് അനുരാഗം, ഈശ്വരനിലാണ് അനുരാഗം, അന്തരാത്മാവിൽ ഹൃദയ കമലേശനോട് ആണ് അനുരാഗം. മൈ അനുരക്തചേതസഃ ശാന്ത, അവർക്കപ്പം ശാന്തിയായി. ശാന്താ മഹാന്തോ അഖില ജീവവത്സലാഃ. അവരുടെ മനസ്സ് മുഴുവൻ മഹത്തായ ലക്ഷ്യത്തിൽ മുങ്ങി നിൽക്കുകയാണ്. അങ്ങനെ വെള്ളപ്പൊക്കമാണ് മഹാലക്ഷ്യമായി തീർന്നിരിക്കുന്നത്. അതിൽ ഊളയിട്ട് കഴിയുന്നവരാണവർ. ശാന്ത മഹാന്തോ അഖില ജീവവത്സലാഃ. എല്ലാ ജീവജാലങ്ങളോടും ഒരുപോലെ വാത്സല്യമാണ് അവരുടെ മനസ്സിലും ബുദ്ധിയിലും ഹൃദയത്തിലുമെല്ലാം നിറഞ്ഞു നിൽക്കുന്നത്. കാമൈരനാലബ്ധധിയോ ജുഷന്തിയത്. അവരുടെ ബുദ്ധിയെ ആവരണം ചെയ്ത് നിൽക്കാനായി ഒരാഗ്രഹമോ ഒരാശയോ ഒരു ദുരയോ ഒരു അത്യാർത്തിയോ ഒന്നും തന്നെയില്ല. അങ്ങനെ ശുദ്ധ നിർമ്മലമായ മനസ്സും അതിനേക്കാൾ ശുദ്ധ നിർമ്മലമായിരിക്കുന്ന ബുദ്ധിയും അങ്ങനെ നിറഞ്ഞിരിക്കുന്ന ഭക്തിയും കൂടി ആവുമ്പോൾ അവർ അനുഭവിക്കുന്ന സുഖമുണ്ടല്ലോ എൻ്റെ ഉദ്ധവ, അതിനാണ് പേര് നൈരപേക്ഷ്യ സുഖം എന്നൊരു പേര്. മനസ്സിന് അപേക്ഷയില്ലാതെ ആയിത്തീരുമ്പോൾ തന്നെത്താനെ പൊന്തി ഉറഞ്ഞങ്ങനെ പൊന്തുന്നതാണ് നിരപേക്ഷതാസുഖം എന്ന് പറയുന്നത്. അത് സാമാന്യക്കാർക്ക് എങ്ങനെ മനസ്സിലാകും? ആ സുഖം അവരുടെ മനസ്സിൽ മാത്രം ഒളിഞ്ഞു നിൽക്കുകയല്ല. അകിഞ്ചനസ്യ ദാന്തസ്യ ശാന്തസ്യ സമചേതസഃ മയാ സന്തുഷ്ടമനസഃ സർവാഃ സുഖമയാദിശഃ. അകിഞ്ചനസ്യ ദാന്തസ്യ ശാന്തസ്യ സമചേതസഃ. അകിഞ്ചനായ ഒരു മനസ്സ്, ഇന്ദ്രിയങ്ങൾക്ക് നല്ല നിയന്ത്രണമുണ്ട്, മനസ്സിൽ ആശയമൊന്നുമില്ല, ശാന്തമാണ്, സമചേതസഃ. എല്ലായിടത്തും ഒരുപോലെ ഏകദർശനം, ഈശ്വരദർശനം, ആത്മദർശനം, ബ്രഹ്മദർശനം, ഭഗവത് ദർശനം. അങ്ങനെ മയാ സന്തുഷ്ട മനസ്സഃ, എന്നാൽ മാത്രം മനസ്സ് സന്തുഷ്ടമായിരിക്കുന്നു. അങ്ങനെ ഒരാൾക്ക് സർവാഃ സുഖമയാദിശഃ. കേൾക്കുന്നുണ്ടോ അപ്പാ നിങ്ങൾ? എല്ലാ ദിക്കുകളും ഒരുപോലെ സുഖമയമാകുന്നു. പിന്നെ ആ ആൾക്ക് സുഖം തേടണ്ട. അതിനുവേണ്ടി ഒരു പൂജ വേണ്ട, ഒരു പുരസ്കാരം വേണ്ട, ഒരു പുഷ്പം വേണ്ട, ഒരു നാമം വേണ്ട, ഒരു ജപം വേണ്ട, ഒരു തപം വേണ്ട. ആ മനുഷ്യൻ്റെ ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞു സുഖം. അതിങ്ങനെ വഴിഞ്ഞ് എല്ലാ ദിക്കിലും പരന്നു കിടക്കുകയാണ്. പൂർണ്ണേ മനസി സമ്പൂർണം ജഗത് സർവം സുധാദ്രവൈഃ. മനസ്സ് പൂർണ്ണമായാൽ ലോകം മുഴുവനും ജഗത്ത് മുഴുവനും സുധാദ്രവം കൊണ്ട് പൂർണ്ണമായി തീരും. ഏതുപോലെ? ഒരു ചെരുപ്പിട്ട് നടന്നാൽ ആ ചെരുപ്പിൽ എന്ത് സാധനമുണ്ടോ, തോലാണെങ്കിൽ ലോകം മുഴുവനും തോല് വിരിച്ച മാതിരിയ അനുഭവം. അതേമാതിരി ഉള്ളിൽ സുഖം നിറയുമ്പോൾ കാണുന്നിടത്ത് മുഴുവൻ സുഖമായി. അങ്ങനെ സുഖമനുഭവിച്ചുകൊണ്ട് നടക്കുന്ന ആ ഭക്തനെ പറ്റി എന്ത് പറയാനാണ് കൂട്ടരെ? ശ്രീമദ് ഭാഗവതം ഭക്തിയുടെ പരമകാഷ്ഠയിൽ കൊണ്ടെത്തി ചിത്രീകരിക്കുകയാണ്. നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം സമദർശനം അനുവ്രജാമ്യഹം നൂനം പൂയേയേത്യഘ്രിരേണുഭിഃ. ശ്രീമദ് ഭാഗവതത്തിൻ്റെ അങ്ങേ അറ്റത്തെ മുത്താണിത്. നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം സമദർശനം. അപേക്ഷയില്ലാത്ത മനസ്സ്, മനനശീലമുള്ളവൻ മുനി, ശാന്തൻ,
നിർവൈരം, മനസ്സിൽ സ്വല്പമെങ്കിലും ശത്രുതയോ വൈരഭാവമോ നീരസമോ ആരെ ചൊല്ലിയും ഒന്നിനെ ചൊല്ലിയും ഇല്ല. സമദർശനം, എല്ലാ ദിക്കിലും ഒരുപോലെ ഈശ്വരനെ, ആത്മാവിനെ, ഏകതത്വത്തെ കാണുന്നു. അങ്ങനെയുള്ള ഒരു ഭക്തൻ വളരെ അപൂർവമാണ്. അങ്ങനെ ഒരു ഭക്തൻ എങ്ങാനും ഉണ്ടായാൽ എൻ്റെ ഉദ്ധവ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയോ? എൻ്റെ പൊന്നു ഉദ്ധവ കേട്ടോളൂ, ഞാൻ ഉള്ളു തുറന്ന് പറയാണ്. ദാ അനുവ്രജാമ്യഹം നിത്യം. ആ ആളുടെ പിന്നാലെ കണ്ണു കൊട്ടാതെ ഞാൻ പോണു. ആ ആൾ എങ്ങോട്ട് തിരിഞ്ഞാലും പിന്നിൽ ഞാനുണ്ട്. നിഴൽ പിന്നെയും മങ്ങിയെന്ന് വരാം, ഞാൻ മങ്ങില്ല. അനുവ്രജാമ്യഹം നിത്യം പൂയേയേത്യംഘ്രിരേണുഭി. ഞാനിങ്ങനെ എന്തിനാ പോണേന്നറിയോ? അവനെ രക്ഷിക്കാനൊന്നുമല്ല. ഞാൻ പോണത് അവൻ്റെ പാദധൂലിയേറ്റ് ഞാൻ ശുദ്ധനാവട്ടെ എന്ന് വിചാരിച്ച് പോവാണെന്ന്. ആ ഭക്തൻ്റെ പാദധൂളി തട്ടി ഞാൻ പവിത്രനാകണം, ശുദ്ധനാകണം. ആ ഭക്തന്മാരുടെ പാദധൂളി മാത്രമേ എന്നെ എൻ്റെ നിലയിൽ നിർത്തുള്ളൂ, അല്ലാതെ ഒന്നുമില്ല. ഈ കൊട്ടയ്ക്കും വട്ടിക്കും ചെയ്യുന്ന പുഷ്പങ്ങളും പൂജകളുമൊക്കെ ഉണ്ടല്ലോ, അത് തൊലി പുറമെ വരെ ആവില്ല. ഈ ഭക്തൻ്റെ പിന്നാലെ പോയി അവൻ്റെ പാദധൂളി എനിക്കിങ്ങനെ, ഞാൻ കുട്ടിക്കാലത്ത് പശുക്കളുടെ കുളമ്പടി ഉണ്ടല്ലോ, ആ കുളമ്പടി കൂടി പൊടി വന്ന ആ പൊടിയിൽ കുളിച്ച് പരിചയിച്ചവനാ. എന്താ കാരണം? പശുവിൻ്റെ സർവ്വസാധനവും ശുദ്ധികരമാണ്. പഞ്ചഗവ്യം എന്ന് പറയുന്നുണ്ടല്ലോ, റിസർച്ച് നടത്തുകൊണ്ടിരിക്കുകയാണ്. പൂഞ്ഞയുള്ള പശുക്കളുണ്ടല്ലോ, പൂഞ്ഞയുള്ളത്, ആ പശുവിനെ ഒരു 4 തവണ തലോടിയാൽ ബ്ലഡ് പ്രഷർ ഇല്ലാതെയാവുമെന്നാണ് പറയണേ. റിസർച്ച് നടക്കുകയാണ്, പഞ്ചഗവ്യം. ആ പശുവിൻ്റെ പൊടി തട്ടി ഞാൻ വളർന്നത് കൊണ്ടാണ് കൃഷ്ണനായിട്ടിരിക്കണേപ്പാ. ഈ ഭക്തന്മാരുടെ പിന്നാലെ പോകുന്നത് ആ പാദധൂളിയേറ്റ് എനിക്ക് പവിത്രത നിലനിൽക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം സമദർശനം അനുവ്രജാമ്യഹം നിത്യം പൂയേയേത്യംഘ്രിരേണുഭി. പാരമഹംസ്യ സംഹിതയാണ് ഈ ശ്രീമദ് ഭാഗവതം. ആ ഒരു പരമഹംസൻ മാത്രമേ, പരമഹംസൻ്റെ മനസ്സിന് മാത്രമേ ഇങ്ങനെ ഭഗവാനെ ചിത്രീകരിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ പൊന്നു ഭഗവാൻ ഭക്തൻ്റെ പിന്നാലെ പോണു. എന്തിന്? ഭക്തൻ്റെ പാദധൂലിയേറ്റ് ഭഗവാൻ പവിത്രനായി നിലനിൽക്കണം എന്ന് വിചാരിച്ചതെന്ന് ലോകത്തിൽ ആരെഴുതുന്ന നിങ്ങൾ ഈ പറയുന്നത്? ഇതാണ് ഭക്തിയുടെ പരമകാഷ്ഠ. ആ ഭക്തൻ ഭഗവാനെ അതിജീവിക്കുന്നു, ഭഗവാനെ അതിക്രമിക്കുന്നു, ഭഗവാനെ കവച്ചു വയ്ക്കുന്നു. ഈ സമ്മതപത്രം ആരാ നൽകുന്നത്? ഭഗവാനാണ് നൽകുന്നത്. നിരപേക്ഷം മുനിം ശാന്തം നിർവൈരം സമദർശനം അനുവ്രജാമ്യഹം നൂനം പൂയേയേത്യംഘ്രിരേണുഭി. നിർത്തണ്ടേ? 16ാമത്തെ ശ്രീമദ് ഭാഗവത തത്വസമീക്ഷാ സത്രത്തിൻ്റെ പരിസമാപന തത്വപ്രവചനം ആ പരമ്പര നടന്നു, പരിസമാപിച്ചു എന്ന് പറയാം. ഇതൊക്കെ നടത്തണമെങ്കിൽ വളരെയധികം പൂർവ്വപുണ്യം ഇത് നടത്തുന്ന സംഘാടകന്മാർക്ക് എല്ലാവർക്കും വേണം. ഞാൻ ധർമ്മസേവകരോട് സംസാരിക്കുകയായിരുന്നു, സ്വാമിജി എന്തെങ്കിലും പറയണമെന്ന് പറഞ്ഞപ്പോൾ, നിങ്ങളിതിൽ സേവനം ചെയ്യുന്നതിൻ്റെ മഹത്വത്തെപ്പറ്റി മനസ്സിലാക്കണം എൻ്റെ കൂട്ടരെ എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഒരു പുണ്യസംരംഭം, അതിമഹത് പുണ്യ സംരംഭമാണത്. ഇത് നടത്തിക്കാൻ വേണ്ടി പങ്കെടുക്കാൻ ആർക്കെല്ലാം സേവനം ചെയ്യാൻ പറ്റുന്നുവോ അവരെല്ലാവരും അളവറ്റ പുണ്യമാണ് അവരിൽ പ്രതിഫലിപ്പിക്കുന്നത്. ഇത് നിങ്ങളുടെ മെടുക്കല്ല, സേവകന്മാരുടെ മെടുക്കല്ല, അവരുടെ പൂർവികന്മാർ സമ്പാദിച്ചു വെച്ച പുണ്യശേഖരത്തിൻ്റെ പരിണത ഫലമാണ് നിങ്ങൾക്കിത് സാധിക്കുന്നത്. അതുമാതിരി ശ്രോതാക്കളും പ്രേക്ഷകരുമായി ഇവിടെ വന്നിട്ടുള്ളവർക്കും അതേമാതിരിയുള്ള പൂർവ്വ പുണ്യാനുഗ്രഹമാണ് പിന്നിൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വരാനും ഇരിക്കാനും പറ്റില്ല. ഈ പുണ്യം, ഈ മഹത്വം, ഈ മേന്മ, ഇതിൻ്റെ ഔന്നത്യം നിങ്ങൾ മനസ്സിലാക്കണം. വിലമതിക്കാൻ പറ്റാത്ത ശ്രേഷ്ഠത അത് നിങ്ങളുടെ അനന്തരവന്മാർക്ക് വരും തലമുറകളിലും ഇതേമാതിരിയുള്ളൊരു പുണ്യ പ്രതിഫലനം ഉണ്ടാവട്ടെ എന്ന് നിങ്ങൾ വിചാരിക്കണം.
നിങ്ങൾ കൊടുക്കുന്ന പണം എത്ര ദിവസം ഉണ്ടാവുമെന്ന് നിങ്ങൾക്കറിയാം. ഒരു സാധനവും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ല. പക്ഷേ എൻ്റെ വീട്ടിൽ എൻ്റെ മുത്തശ്ശൻ, എൻ്റെ വീട്ടിൽ മുത്തശ്ശൻ്റെ മുത്തശ്ശൻ, എൻ്റെ അച്ഛൻ, നമുക്കൊരു ഭക്തനുണ്ട്, വൈബി പ്രസാദ് എന്ന് പറയും. എന്നോട് സംസാരിക്കുമ്പോൾ ഒരു ദിവസം അച്ഛനെക്കുറിച്ച് സംസാരിക്കുകയായിരുന്നു. സ്വാമിജി, എൻ്റെ അച്ഛൻ വലിയ ഒരു തപസ്വിയായിരുന്നു, നല്ല ഒരു സാധുവായിരുന്നു. പറയുമ്പോഴേക്കും കണ്ണിന്ന് വെള്ളം വരുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥനാ. ആരാ ഈ പറയണ ആൾ? നോക്കൂ, ആ അച്ഛൻ്റെ ആ ആധ്യാത്മിക ഒരു ലക്ഷണം, ഒരു നേട്ടം പറയുമ്പോൾ മകൻ്റെ കണ്ണിന്ന് വെള്ളം വരിക. നോക്കൂ, നിങ്ങളെ ചൊല്ലി നിങ്ങളുടെ അനന്തരവന്മാർ പറയാൻ പോകുന്നത് ഇതാ. നിങ്ങൾ ജീവിച്ചിരിക്കില്ല അത് കേൾക്കാൻ. ഞാൻ പറഞ്ഞു തരണു ഇപ്പം തന്നെ. വരും തലമുറയ്ക്ക് ഒരു പുണ്യശേഖരമാണ് നിങ്ങൾ ഇതുവഴി സമ്പാദിച്ചു കൊടുക്കുന്നത്. ഇതേമാതിരിയുള്ള സത്രങ്ങൾ അടുത്ത കാലങ്ങളിലും നമുക്ക് നടക്കണം. ഇത് വേരറ്റ് പോകരുത്. അതിന് പ്രവർത്തിക്കാനുള്ള സംഘം അവിടെ ഉണ്ടാവണം, സേവകന്മാരവിടെ ഉണ്ടാവണം, സത്രസമിതികളും നമുക്ക് വേണം, സന്യാസിമാരും വേണം, എല്ലാം വേണം. അങ്ങനെ വേരറ്റ് പോകാത്ത ഒരു, കണ്ണിയേറ്റു പോകാത്തൊരു ചങ്ങലയുടെ ഭാഗമാണ് നിങ്ങൾ എന്ന് മനസ്സിലാക്കണം. ഒന്ന്. രണ്ടാമത്, ശ്രീമദ് ഭാഗവതം നിങ്ങൾ വായിക്കണം, പാരായണം ചെയ്യണം. അതിൽ നിന്ന് ഒരധ്യായമെങ്കിലും പ്രതിദിനം വായിക്കൂ, വായിച്ച് മനസ്സിലാക്കാനും നോക്കൂ. ഇത് രണ്ടുമായാലേ നമ്മുടെ ഈ സംരംഭം ശക്തിമത്താവൂ, അന്വർത്ഥമാകൂ, അർത്ഥവത്താകൂ എന്ന് പറഞ്ഞു. അതുതന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. പ്രേക്ഷകരെ, നിങ്ങളുടെ സാന്നിധ്യം ഉപായപ്പെട്ടതല്ല, അതിനെ വിലമതിക്കാൻ ആരുമില്ല. ഞാനിവിടെ നിങ്ങളുടെ മുൻപിൽ വാചാലനാകുന്നുവെങ്കിൽ എൻ്റെ റൂമിലിരുന്ന് എനിക്ക് വാചാലത്വം വരില്ല. നിങ്ങളുടെ മുൻപിൽ വരുമ്പോഴാണ് ഭഗവത് കാര്യങ്ങൾ പറയാനുള്ള ഒരു പ്രേരണയും അതിനുള്ള ഒരു ഉത്സാഹവും ഒരാവേശവും ഒക്കെ വരുന്നത്. വെറുതെ അങ്ങനെ പറയല്ലല്ലോ. ഞാൻ എങ്ങനെ പറയുന്നുവോ അതേപോലെ നിങ്ങൾ കേൾക്കുന്നത് കൊണ്ട് നിങ്ങളും എന്നെപ്പോലെ തന്നെയാണ്. എനിക്ക് കൂടുതലൊരു സ്ഥാനവും ഇല്ല, നിങ്ങൾക്കുള്ള സ്ഥാനമോ അല്ലെങ്കിൽ അതിലിത്തിരി കുറവേ ഉള്ളൂ. ഈ പ്രവചനം എന്ന് പറയുന്നത് തന്നെ ആചാര്യ പൂർവരൂപം അന്തേവാസ്യുത്തരരൂപം വാക്സന്ധി പ്രവചനഗും സന്ധാനം. രണ്ടാളുള്ളപ്പോഴാണ് ഈ പ്രവചനം നടക്കുക. അപ്പം നിങ്ങളൊക്കെ വളരെ വളരെ അനുഗ്രഹീതരാണ്. ഈ അനുഗ്രഹം നിങ്ങൾ നല്ല പോലെ മനസ്സിലാക്കൂ, ബാക്കിയുള്ളവരെയും പറഞ്ഞു ധരിപ്പിക്കൂ. നിങ്ങളുടെ വീടുകളിൽ നല്ല നല്ല സത്പുത്രന്മാരും സത്പുത്രിമാരും ഭാരതീയ സന്താനങ്ങളും ഉണ്ടാവട്ടെ. ഈ വിശേഷപ്പെട്ട പൈതൃകം അഭംഗം നിലനിൽക്കണം ഇവിടെ. അതിനെല്ലാവരും പരിശ്രമിക്കൂ. നിങ്ങളെ ഞാൻ മനസ്സാ ആലിംഗനം ചെയ്ത് അനുഗ്രഹിക്കുന്നു. ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നമഃ പാർവതീപതയേ. ഹര ഹര മഹാദേവ. സംവേദ്യവർജിതമനുത്തമമേകമാദ്യം സംവിത്പദം നിരുപമം കലനാവിഹീനോ. സംവേദ്യവർജിതമനുത്തമമേകമാദ്യം സംവിത്പദം വികലനം കലയൻ മഹാത്മൻ. ഹൃദ്യേവ തിഷ്ഠ കലനാരഹിതഃ ക്രിയാം തു കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീ. ഹരി ഓം. ഹരി. നമുക്ക് സമാപനം ഒരു ഓങ്കാരം ജപിക്കുക. ഓ ഹരി ഓം തത്സത്. ജയ ഗുരു. ജയ ഗുരു.